സിഹിറുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളെ അനാവരണം ചെയ്തുകൊണ്ട് എവിടെയെങ്കിലും സംസാരിച്ചാൽ ഈ സുഹൃത്തുക്കൾ പറയും, ഏയ് ഞങ്ങൾക്ക് അതിലൊന്നും വിശ്വാസമില്ല, ഞങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. കൂടെ അടുത്ത വാചകം എന്താ? ഞങ്ങളെ കൂടെ ഉള്ള ആൾക്കാർ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയാണ്. ആ ആളുകൾക്ക് 5 നേരത്തെ നമസ്കാര വേളകളിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രഖ്യാപനം ഉണ്ടല്ലോ, പിന്നെ പ്രതിജ്ഞ, വമാ അന മിനൽ മുശ്രിക്കീൻ, അത് പറയാനുള്ള ധാർമ്മികമായ അവകാശമുണ്ടോ? 10-20 വർഷങ്ങൾക്ക് മുമ്പ് പ്രസ്ഥാനത്തിൻ്റെ സ്റ്റേജുകളിലും പേജുകളിലുമൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് കേട്ടിരുന്ന ചില കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കേണ്ടുന്ന, ഓർമ്മിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും അടിസ്ഥാന പ്രമാണമാക്കി ഏകദൈവാരാധന അടിസ്ഥാന ആദർശമായി സ്വീകരിച്ച് ഒരു നൂറ്റാണ്ട് കാലമായി മലയാളികൾക്കിടയിൽ മാതൃകാപരമായ പ്രബോധന, വിദ്യാഭ്യാസ, സാമൂഹ്യക്ഷേമ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ഇസ്ലാഹി പ്രസ്ഥാനം എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിലെയോ കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ ഉള്ള ഏതെങ്കിലും സംഘടനകളുടെ, കൂട്ടായ്മകളുടെ, പ്രസ്ഥാനങ്ങളുടെ വാലായി പ്രവർത്തിക്കുന്ന സംഘടനയല്ല. ഞാൻ സൂചിപ്പിച്ച പോലെ വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും പ്രമാണമായി സ്വീകരിച്ച് ഏകദൈവാരാധനയിൽ അധിഷ്ഠിതമായി കേരളീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ച് സംഘടിതമായി, സമൂഹമായി, സംഘടനയായി, പ്രസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന പ്രസ്ഥാനം, അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ഇതിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ വീടുകളിൽ സഹോദരിമാർ ഭക്ഷണമുണ്ടാക്കാൻ വേണ്ടി അരിയെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പിടി അരി ഇങ്ങനെ മാറ്റിവെച്ച് അതൊരു മാസത്തിലോ 2 മാസമൊക്കെ കൂടുമ്പോൾ അതെടുത്ത് തൂക്കി വിറ്റ് ആ പണം കൊണ്ട് പ്രാസ്ഥാനിക പ്രവർത്തനങ്ങളും പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളുമൊക്കെ പരിപാലിച്ച് നടത്തിപ്പോന്നിരുന്നൊരു കാലം. അന്ന് പണ്ഡിതന്മാർക്കും പ്രവർത്തകന്മാർക്കുമൊക്കെ പട്ടിണിയുടെയും വെറുതെയുടെയും കാലമാണ്. പക്ഷെ ആ കാലത്തും വളരെ ആത്മാർത്ഥമായി, അതോടൊപ്പം ചിട്ടയൊത്ത രൂപത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ഇസ്ലാഹിൻ്റെ സരണിയിലൂടെ ഏറ്റവും മനോഹരമായി നിർവഹിക്കാൻ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം സഹോദരങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ആവശ്യാർത്ഥം എത്തിപ്പെടുകയും അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ചെറിയ വിഹിതമെങ്കിലും അവിടെയും ഇവിടെയും നടക്കുന്ന ഇസ്ലാഹി പ്രവർത്തനങ്ങൾക്ക് അവർ മാറ്റിവെച്ചിട്ടുണ്ട്, അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അങ്ങനെയുള്ള പല സഹോദരന്മാരും അറബ് രാജ്യങ്ങളിലെ അവിടുത്തെ പൗരന്മാരുമായും പണ്ഡിതന്മാരുമായും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ചില സൗഹൃദത്തിൻ്റെ, ചില ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെയും സപ്പോർട്ടുകളും സഹായങ്ങളും പ്രസ്ഥാനത്തിന് നന്നായി ലഭിച്ചിട്ടുണ്ട്.
എന്നാൽ നമ്മൾ പിടിയരി കൊണ്ട് പ്രാസ്ഥാനിക പ്രവർത്തനം നടത്തിയിരുന്ന കാലത്ത് ആദർശങ്ങളോട്, പ്രമാണങ്ങളോട് നമ്മുടെ സമീപനം എന്താണോ, നാം മുന്നോട്ട് വച്ചിരിക്കുന്ന ഇസ്ലാഹി പ്രവർത്തനങ്ങൾ എന്താണോ, അതിൽ വെള്ളം ചേർക്കാതെ, അതിൽ ഇടപെടാൻ ആരെയും അനുവദിക്കാതെ കൃത്യമായ വ്യക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാൻ 1990 വരെ അല്ലെങ്കിൽ 90കൾ വരെ പ്രസ്ഥാനത്തിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1982 ഫറോക്കിൽ വെച്ച് നടന്നിരിക്കുന്ന രണ്ടാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം, ആ സമ്മേളനത്തിലേക്ക് കടന്നു വന്ന ചില അതിഥികൾ അറബ് ലോകത്ത് നിന്ന് വന്നവരാണ്. നമ്മുടെ അറബികളെയും അല്ലാത്തവരെയും ഒക്കെ സ്വാഭാവികമായി വലിയ പ്രോഗ്രാമൊക്കെ വിളിക്കാറുണ്ട്, അവർ വരാറുണ്ട്, അവർ സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ ആ സമ്മേളനത്തിലും വന്നിരിക്കുന്നവരിൽ ചിലർ നമ്മുടെ സമ്മേളനത്തിൻ്റെ പ്രോഗ്രാമിൽ, അജണ്ടയിൽ ഇടപെട്ടു. അവരുടെ ചില താല്പര്യങ്ങൾക്കനുസരിച്ച് ചിലരെ അതിലേക്ക് തിരികെ കയറ്റാൻ ശ്രമിച്ചു. അന്ന് KNM ജനറൽ സെക്രട്ടറി ബഹുമാനായ KP മുഹമ്മദ് മൗലവിയാണ്. അദ്ദേഹം അവരോട് പറഞ്ഞു, ഈ സമ്മേളനത്തിന് ഒരുപാട് സബ് കമ്മിറ്റികളുണ്ട്, അതിലൊരു സബ് കമ്മിറ്റിയാണ് പ്രോഗ്രാം കമ്മിറ്റി. ഈ സമ്മേളനത്തിൻ്റെ പ്രോഗ്രാം എങ്ങനെയായിരിക്കണമെന്ന് മാസങ്ങളോളം ഇരുന്ന് ചർച്ച ചെയ്ത് ആലോചിച്ച് തീരുമാനമെടുത്ത് അത് പ്രിൻ്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട്. ആ പ്രോഗ്രാം അനുസരിച്ചാണ് ഈ സമ്മേളനം മുന്നോട്ട് പോവുക. അതിൽ മാറ്റം വരുത്താൻ മറ്റാർക്കും ഒരു കാരണവശാലും അർഹതയോ അവകാശമോ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്. നിങ്ങൾക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാം, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള വിഷയങ്ങൾ സംസാരിക്കാം. അതിനപ്പുറത്ത് ഇതിൽ ആരൊക്കെ വരണം, ആരൊക്കെ വരരുത് എന്ന് തീരുമാനിക്കാൻ അതിൻ്റെ അപെക്സ് ബോഡി, അത് ഈ സംഘടന തന്നെയാണ്. നിരാശരായവർ അവസാനം ചെറിയ ഭീഷണി സ്വരത്തിലാണ് സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ന GCC രാജ്യത്തു നിന്ന് വരുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും, അത് അവസാനിപ്പിക്കും. അന്ന് മഹാനായിരിക്കുന്ന KP പറഞ്ഞ മറുപടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞങ്ങളുടെ ഭാര്യമാർ മക്കൾക്ക് ഭക്ഷണമുണ്ടാക്കാൻ വേണ്ടി അരിയെടുക്കുമ്പോൾ അതിൽ നിന്നൊരു പിടി മാറ്റിവെച്ച് അതുകൊണ്ട് പ്രസ്ഥാന പ്രവർത്തനങ്ങളും പള്ളിയും മദ്രസകളും സ്ഥാപനങ്ങളും നടത്തി മുന്നോട്ട് വന്നിരിക്കുന്ന പ്രസ്ഥാനമാണിത്. ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ കാൽച്ചുവട്ടിൽ പെട്രോള് ഉയർന്നു വന്നപ്പോൾ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ആ സഹായങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ പ്രസ്ഥാനത്തിനോ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾക്കോ ആദർശങ്ങൾക്കോ വിലയിടാൻ ശ്രമിച്ചാൽ സാധ്യമാവില്ല. നിങ്ങളുടെ ഈ സഹായങ്ങൾ പൂർണ്ണമായി നിന്നാലും ഈ പ്രസ്ഥാനം അതിൻ്റെ പഴയ ഉശിരോടെ, ഊർജ്ജസ്വലതയോടെ അതതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അങ്ങനെ പറയുകയും അവർ തിരിച്ചുപോയി അവരുടെ ഏരിയകളിൽ നിന്ന് ലഭിക്കുമായിരുന്ന എല്ലാ സഹായങ്ങളും വെട്ടിക്കുറച്ച് അത് ബ്ലോക്ക് ചെയ്ത് നമ്മുടെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. കുറച്ചു കാലം ചെറിയ പ്രയാസങ്ങളൊക്കെ സ്വാഭാവികമാണ്. അതിനിടയിലാണ് കുവൈത്തിൽ നിന്ന് പുതിയൊരു വാതിൽ തുറന്നത്. ആ വാതിലിലൂടെ കുറേ കൂടി സാമ്പത്തിക സഹായങ്ങൾ കിട്ടി. കുറേ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും പ്രബോധന പ്രവർത്തനങ്ങളുമൊക്കെ അതുവഴി നമുക്കിടയിൽ നടത്താൻ സാധിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏജൻസികൾ ചില ഡിമാൻഡുകൾ കൂടെ വെക്കാൻ തുടങ്ങി, ചില നിബന്ധനകൾ വെക്കാൻ തുടങ്ങി. ആ നിബന്ധനകൾ
ഏറ്റെടുക്കുവാൻ എന്തായിരുന്നാലും പ്രസ്ഥാനം റെഡിയായിരുന്നില്ല. ഏത് സാമ്പത്തിക സഹായം ആര് നൽകിയാലും, എന്തൊക്കെ സൗകര്യങ്ങളും സപ്പോർട്ടും നൽകിയാലും, നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും തന്നെയായിരിക്കും. നമ്മുടെ അടിസ്ഥാന ആദർശം ഏകദൈവ ആരാധന തന്നെയായിരിക്കും. അതിലപ്പുറത്തേക്ക് പോവാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയില്ല. ഇതിൻ്റെ പണ്ഡിതന്മാരോ പ്രവർത്തകന്മാരോ ഇതിന് സജ്ജരാവില്ല, തയ്യാറാവില്ല. ആ ഒരു നിലപാടിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ നിലപാടിൻ്റെ സാഹചര്യത്തിലാണ് ദൗർഭാഗ്യകരമായിരിക്കുന്ന ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും വിമർശനങ്ങളും കള്ളപ്രചരണങ്ങളും ഒക്കെയായി ചില സുഹൃത്തുക്കൾ രംഗത്ത് വരികയും 3/4 നൂറ്റാണ്ടിലേറെക്കാലം ഒരുമിച്ചൊന്നായി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിനകത്ത് വിള്ളലുണ്ടാക്കുകയും ഇതിനെ 2 ചേരിയാക്കി മാറ്റുകയും ചെയ്തത്. അന്ന് ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നിരിക്കുന്ന വിഷയങ്ങളിലൊന്ന്, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം സ്വീകരിക്കേണ്ടത് സലഫിയത്താണ്. സലഫി മൻഹജി എന്ന ഓമന പേരിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ സൗദി അറേബ്യയിലെയും കുവൈത്തിലെയും UAE ഒക്കെയുള്ള ചില ഷെയ്ഖുമാരുടെ അഭിപ്രായങ്ങളെ, അവരുടെ നിലപാടുകളെ, അവരുടെ ആദർശങ്ങളെ, പ്രമാണങ്ങളുള്ള അവരുടെ സമീപന രീതിയെ അതുപോലെ അന്ധമായി നമ്മളും അനുകരിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് അന്നത്തെ ആവശ്യമായി ഉന്നയിക്കപ്പെട്ടത്. മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രമായി പ്രവർത്തിച്ചിരുന്ന അൽമനാർ മാസിക, അതിൻ്റെ മുഖത്ത് ഒരു പുതിയ പദവും കൂടി എഴുതി രേഖപ്പെടുത്തി, അല മൻഹജു സലഫി. നേരത്തെ ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്നത്, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടവരുമൊക്കെ ആയിരിക്കുന്ന സലഫി പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങൾക്കനുസരിച്ചാണ് എന്ന് അവരെ കൂടി ബോധ്യപ്പെടുത്താൻ. കാരണം ഇത് ചേർത്തത് മലയാളത്തിലുള്ള മുഖപത്രത്തിലാണെങ്കിലും ആ വാചകം ചേർത്ത അറബിയിലാണ്. അവിടെ മുതൽ സ്വാഭാവികമായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞത് 1999 മെയ് മാസം 13-ാം തീയതി പുളിക്കൽ ജാമിയ സലഫിയിൽ വിളിച്ചുകൂട്ടിയിരിക്കുന്ന 1ാമത്തെ ഗ്രൂപ്പ് യോഗത്തിലാണ്. ആ ഗ്രൂപ്പ് യോഗത്തിൽ ആദ്യമായി വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചത് നമുക്കെല്ലാം സുപരിചിതനായ നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ PN അബ്ദുൽ ലത്തീഫ് മദനി. 1ാമത്തെ സംസാരം അദ്ദേഹത്തിൻ്റെതായിരുന്നു. ആ സംസാരത്തിൽ അദ്ദേഹം ഗൾഫ് നാടുകളിലെ സലഫി പ്രസ്ഥാനങ്ങളെ പരിചയപ്പെടുത്തി. ആ പ്രസ്ഥാനങ്ങളെ പരിചയപ്പെടുത്തി ഏതാണ്ടൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ അധ്യക്ഷനായിരുന്ന ബഹുമാനായിരിക്കുന്ന AP അബ്ദുൽ ഖാദർ മൗലവി ഇടപെട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് 5 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. ആ 5 മിനിറ്റ് കൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചയിടത്താണ് പ്രസ്ഥാനത്തിനകത്തുണ്ടായിരിക്കുന്ന സകല പ്രതിസന്ധികളുടെയും ആ തിരിക്ക് അവിടെ തീ കൊടുത്തത്. അതിൽ അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ലോകത്തെമ്പാടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സലഫി പ്രസ്ഥാനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ് ഇഖ്വാനികളെന്ന്, അതിലെ കുറച്ചുകൂടി തീവ്രമായിരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ് സുറൂരികളെന്ന്, അതിൻ്റെ ഏജൻറ്റുകളാണ് ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ നേതാക്കന്മാരും അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരും തൊട്ടുമുമ്പ് അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ആളുകളുമെന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല, ആ ഒരു നിലപാടിൻ്റെ ഭാഗമായി, ഇഖ്വാനിയത്ത് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സ്ഥാപനങ്ങളുടെ പേരുകൾ മാറ്റി, സംഘടനകളുടെ പേരുകൾ മാറ്റി. മുജാഹിദ് എന്ന പേരുപയോഗിക്കാതെ, ഇസ്ലാഹി എന്ന പേരുപയോഗിക്കാതെ, സലഫി എന്ന പേരുപയോഗിക്കാതെ പൊതുവായ പേരുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക രീതിശാസ്ത്രം ഇവിടെ കൊണ്ടുവന്നു. ഇതൊക്കെയാണ് ആരോപണങ്ങൾ. ആ ആരോപണത്തിൻ്റെ ഭാഗമായി അന്ന് അദ്ദേഹം അവിടെ ഉയർത്തിക്കാണിച്ചിരിക്കുന്ന ഒരു പത്രക്കട്ടിക ഉണ്ടായിരുന്നു. കുവൈത്തിലോ മറ്റോ ISM-ൻ്റെ പ്രസിഡൻ്റായിരുന്ന വ്യക്തി ഏതൊരു പ്രോഗ്രാമിൽ സംബന്ധിച്ചപ്പോൾ
അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പത്ര റിപ്പോർട്ടുകൾ, കുറേ റിപ്പോർട്ടുകളുണ്ട്, കുറേ പത്രങ്ങളിൽ പല റിപ്പോർട്ടുകളുണ്ട്. അതിൽ ഒരു അറബി പത്രത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് റഈസു ഇത്തിഹാദ് ശുബ്ബാനിൽ മുസ്ലിമീൻ എന്നാണ്. റഈസു ഇത്തിഹാദ് ശുബ്ബാനിൽ മുസ്ലിമീൻ എന്നാണ് പരിചയപ്പെടുത്തിയത്. അത് ആ പത്രം കൊടുത്തതാണ്. എന്നിട്ട് അത് ഉയർത്തി കാണിച്ചു പറഞ്ഞത് ISM അതിൻ്റെ പേര് മാറ്റിയിരിക്കുന്നു, അതിൻ്റെ ലെറ്റർ പേഡ് മാറ്റിയിരിക്കുന്നു. കാരണം അവർക്ക് മുജാഹിദും ഇസ്ലാഹും സലഫിയും ഒക്കെ അവർക്ക് വർജ്യമാണ്. ആ പേര് മാറ്റിയിട്ട് ഇപ്പോൾ അത് മുസ്ലിമീൻ എന്നാക്കിയിരിക്കുന്നു. ഇതാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ സംഗതി വശാൽ ആ ആക്ഷേപങ്ങളുടെയൊക്കെ വസ്തുതകൾ എന്താണ് എന്നുള്ളത് കേരളീയ സമൂഹത്തിന് മനസ്സിലായി. മുജാഹിദ് പ്രസ്ഥാനം തിരിച്ചറിഞ്ഞു. പക്ഷേ 99 മെയ് 13 ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ ഫിത്നക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന അദ്ദേഹം തന്നെ പ്രസിഡന്റ് സ്ഥാനത്തോ ചെയർമാൻ സ്ഥാനത്തോ അവരോധിക്കപ്പെട്ടുകൊണ്ട് 2013 14 രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ കുതിരത്ത് കൊണ്ട്, അവൻ്റെ സഹായം കൊണ്ട് ഈ പറയുന്ന ഒരു സംഗതിയില്ല. മുജാഹിദില്ല, ഇസ്ലാഹില്ല, സലഫിയില്ല. മാത്രമല്ല അതിൽ കൊടുത്തിരിക്കുന്ന ചില അടയാളങ്ങൾ, ചില ചിഹ്നങ്ങൾ, നമുക്ക് എന്താ എംബ്ലം എന്നൊക്കെ പറയാമല്ലേ, ആ എംബ്ലം പോലും അതിൻ്റെ സോഴ്സ് പരിശോധിച്ചപ്പോൾ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജൂത കേന്ദ്രങ്ങളിൽ നിന്ന് വന്നതാണ് എന്നുകൂടി ബോധ്യമായി. ഒരു പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടിലെ ഒരു വാചകത്തെ വക്രീകരിച്ചിട്ട് ISM അതിൻ്റെ പേര് മാറ്റിയിരിക്കുന്നു എന്ന് ആക്ഷേപിച്ചു വന്നിരിക്കുന്ന, മുജാഹിദും ഇസ്ലാഹും സലഫും ഒക്കെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു വന്നിരിക്കുന്ന ആള് നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ പേരെന്താ? ഇപ്പോൾ ആ സംഘടനയുടെ പേരിൽ മുജാഹിദുണ്ടോ? സലഫി ഉണ്ടോ? ഇസ്ലാഹി ഉണ്ടോ? അത്ര നിസ്സാരമായ വിഷയമൊന്നുമല്ല. അതിൻ്റെ മറ്റൊരു തമാശ എന്താ അറിയോ? ഒരാൾ മുസ്ലിമായി ജീവിക്കുമ്പോൾ ഒരു കാരണവശാലും ഒരിക്കലും ഉപയോഗപ്പെടുത്താൻ പാടില്ലാത്തൊരു അനുഗ്രഹമുണ്ട്. എന്താ? മനുഷ്യൻ്റെ ബുദ്ധിയും യുക്തിബോധവും. അത് ഇസ്ലാമിക ജീവിതത്തിൽ ഒട്ടും അനുവദിക്കപ്പെട്ടുകൂടാ. കാര്യങ്ങളെ ബുദ്ധിപരമായി യുക്തിപൂർവ്വം സ്വീകരിക്കാൻ പാടില്ല. മനുഷ്യബുദ്ധിയെയും യുക്തിബോധത്തെയും പൂർണ്ണമായി മാറ്റിവെച്ച് വേണം മതം പഠിക്കാനും പകർത്താനും. അത് പറയുന്ന ആളുകൾ സ്വീകരിച്ചിരിക്കുന്ന പേര്, ലോകത്ത് കുറച്ചു കാലം അറിയപ്പെട്ടിരുന്നൊരു സംഘടനയാണ്, ഒരു ടീമാണ്. ആര്? ഖദരിയാക്കൾ. ആരാ ഖദരിയാക്കൾ? ഖദറിനെ നിഷേധിക്കുന്നവർ. ഖദറിനെ നിഷേധിക്കുന്നവർക്ക് ഖദരിയാക്കൾ എന്ന പേര് കിട്ടിയ പോലെ ബുദ്ധിയെയും ചിന്താശേഷിയെയും നിഷേധിക്കുന്ന ആളുകൾ തങ്ങൾക്ക് സ്വീകരിച്ചിരിക്കുന്ന പേര് പോലും അതിൽ അധിഷ്ഠിതമാണ് എന്നുള്ളത് മറ്റൊരു വിരോധാഭാസമായി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എൻ്റെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞത് 10-20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ധാരാളമായി കേൾക്കുകയും പറയുകയും ചർച്ച ചെയ്യുകയുമൊക്കെ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളെ ഒന്നുകൂടി ഓർത്തെടുക്കേണ്ടെന്ന ഓർമ്മപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ സൂചിപ്പിച്ചല്ലോ, അന്നത്തെ ഏറ്റവും വലിയ വിഷയം അറബ് ലോകത്തുള്ള ഷെയ്ഖുമാർ പറയുന്ന കാര്യങ്ങൾ അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയെങ്കിൽ മാത്രമേ അവരുടെ സഹായവും സപ്പോർട്ടും ലഭിക്കുകയുള്ളൂ എന്ന സാഹചര്യം ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അത് സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ടാണ് പ്രസ്ഥാനത്തിൽ അതൊരു പ്രശ്നമായി മാറുകയും അതിൻ്റെ അനുബന്ധമായി ഒരുപാട് കളവുകളും വ്യാജ പ്രചരണങ്ങളും ഒക്കെ നിർവഹിച്ച് അവസാനം ഇതിനെ രണ്ട് കഷ്ടമാക്കി മാറ്റി. അങ്ങനെ ഒരുപാട് കാര്യം ഞാനിലേക്ക് പോകില്ല. പക്ഷേ അന്ന് ആ കഷ്ടങ്ങളാക്കി മാറ്റിയതിൽ ഒരു കഷ്ടത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന, ആ കഷ്ടമുണ്ടാക്കിയിരിക്കുന്ന എല്ലാ ഫിത്തനകൾക്കും അന്ന് കൂട്ടുനിന്ന, എല്ലാ ഫസാദുകൾക്കും അന്ന് കൂട്ടുനിന്ന, എല്ലാ കള്ള പ്രചരണങ്ങൾക്കും കള്ള ആരോപണങ്ങൾക്കും കള്ള കേസുകൾക്കും കള്ള സാക്ഷ്യങ്ങൾക്കും കൂട്ടുനിന്ന അതേ ആളുകൾ തന്നെയാണ് ഇന്ന് ഖുർആനും ഹദീസും ആണ് പ്രമാണമെന്ന് പറയുകയും എന്നാൽ ഖുർആനും ഹദീസും മുമ്പിൽ വെക്കുമ്പോൾ അതിനെ മറികടക്കുവാൻ
ഏതെങ്കിലും പണ്ഡിതാഭിപ്രായങ്ങൾ തേടി അലയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെന്നുള്ളത് അത്ര ചെറുതായി കാണാവുന്നൊരു വിഷയമല്ല. അവർ വലിയ ഇസ്ലാമിൻ്റെ, ഈമാനിൻ്റെ, തഖ്വയുടെ ഒക്കെ വക്താക്കളാണ് എന്നൊക്കെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന പരസ്യമായ രഹസ്യം തന്നെയാണ്. പക്ഷേ എങ്ങനെയാ വന്നത്, എവിടുന്നാ വന്നത്? അന്നത്തെ ആരോപണങ്ങൾക്ക് പിറകെ 2002 ഓഗസ്റ്റ് മാസത്തിൽ ഈ സംഘടനയെ രണ്ടായി പിളർത്തിയ ശേഷം അടുത്ത ആഴ്ചയിൽ ഈ കോഴിക്കോട് കോടതിയിൽ കൊടുത്തിരിക്കുന്നൊരു കേസുണ്ട്. വന്യവയോധികനായ, മറ്റൊരാൾ കൈപിടിക്കാതെ ഒരു സ്റ്റെപ്പ് കയറാൻ പോലും കഴിയാത്ത, ബഹുമാനായിരിക്കുന്ന AV അബ്ദുറഹ്മാൻ ഹാജി അടക്കം ഉള്ള ആളുകൾക്കെതിരെ കൊടുത്തിരിക്കുന്ന കള്ളക്കേസ്. കോഴിക്കോട് മുജാഹിദ് സെൻറ്റർ പട്ടാപ്പകൽ AVയുടെ നേതൃത്വത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചു. ഉത്തരവാദപ്പെട്ട ആൾക്കാർ തടുത്തു. അവർ തൽക്കാലം പിരിഞ്ഞു പോയെങ്കിലും ഇനിയും വരുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പോയത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്ന കേസ്. ആ കേസിൻ്റെ വിചാരണ നടക്കുന്നത് AV മരണപ്പെട്ട ശേഷം. AV മരണപ്പെട്ട ശേഷമാണ് ആ കേസിൻ്റെ വിചാരണ നടക്കുന്നത്. സാധാരണഗതിയിൽ ഏതെങ്കിലുമൊക്കെ കേസിൽ പ്രതിയാക്കപ്പെട്ട ആളുകൾ, അവർ യഥാർത്ഥ പ്രതികളാണെങ്കിൽ പോലും അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ പേരെ ഒഴിവാക്കാൻ ചെയ്യാറുള്ളത്. അതിനുള്ള മര്യാദ പോലും കാണിക്കാതെ AVയുടെ മരണശേഷം നടന്നിരിക്കുന്ന വിചാരണയിൽ ആ പേര് ആവർത്തിച്ച് എടുത്തു തരികയും അദ്ദേഹം മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ നേരത്തെ പിളർത്തിയ വ്യക്തിയാണ് എന്നും ആ ഒരു പാരമ്പര്യം വെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്തിയെന്നും മാത്രമല്ല അദ്ദേഹം മുജാഹിദ് സെൻ്റർ ആക്രമിക്കാൻ വന്നു, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, സാക്ഷികളൊക്കെ നിരത്തി. അങ്ങനെ സാക്ഷികളെ നിരത്തി അവിടെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അന്ന് ആ പ്രസ്ഥാനത്തിനകത്തുള്ള ആൾക്കാരാണ് ആര്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുജാഹിദും സലഫും അതുപോലെ ഇസ്ലാഹൊന്നും ഇല്ലാത്ത പേരിൽ അറിയപ്പെടുന്ന ടീം. അന്നത്തെ KNMന്റെ നേതാക്കന്മാർപ്പെട്ടവർ തന്നെയാണ്. ഞാൻ ചില പേരുകൾ പറയുന്നത് ആരെയും തെറ്റിദ്ധരിക്കാൻ. ബഹുമാനായിരിക്കുന്ന കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് ആ സംഘടനയുടെ ഉത്തരവാദിത്ത നേതാവാണെന്ന്. PN അബ്ദുൽ ലത്തീഫ് മദനി അതിൻ്റെ നേതാവാണ്. ഇന്ന് ആ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെല്ലാം അവരുടെ അഡ്ഹോക്ക് ISMൻ്റെയും MSMൻ്റെയും ഒക്കെ നേതാക്കന്മാരാണ്. പ്രവർത്തകന്മാർ മാത്രമല്ല, നേതാക്കന്മാർ, സംസ്ഥാന ലീഡേഴ്സ്. അവരിൽ ആരെങ്കിലും ഒരാൾ എന്തൊക്കെയാണെങ്കിലും കള്ളക്കേസ് കൊടുക്കുന്നത് ശരിയല്ല, കള്ളസാക്ഷി പറയുന്നത് ശരിയല്ല, വന്യവയോധികനായിരിക്കുന്ന മനുഷ്യൻ ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിച്ച് അങ്ങനെ കേസ് കൊടുക്കുന്നത് ശരിയല്ല, മതപരമായി അത് സാധൂകരിക്കപ്പെടില്ല, തെറ്റാണ് എന്ന് പറയാൻ ഒരു കുട്ടിയും നാവ് ഉയർത്തിയിട്ടില്ല, പേന ഉയർത്തിയിട്ടില്ല. അതേ ആളുകളാണ് ഇപ്പോൾ വീണ്ടും ഇസ്ലാഹിൻ്റെയും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെയും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ പാരമ്പര്യം ഞങ്ങളിലാണ് വന്നു നിൽക്കുന്നത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഘോരഘോരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗം തന്നെയാണ് തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കളവ് പറയാനും കള്ളാരോപണം നടത്തുവാനും കള്ളക്കേസ് കൊടുക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യുവാനും സാധിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ വെള്ളം ചേർക്കാൻ ബുദ്ധിമുട്ടില്ല. അന്ന് നമ്മൾ ഒരുപാട് വേദികളിൽ പറഞ്ഞു, നെഞ്ചത്ത് കൈവച്ച് നമസ്കരിക്കാൻ തെളിവായി നമുക്ക് ഉദ്ധരിക്കാനുള്ളത് ഒരേ ഒരു ഹദീസ് മാത്രമാണ്. പ്രവാചക തിരുമേനി എന്ന ഒരേ ഒരു ഹദീസ്. എന്നാൽ അതിൽ കാർക്കശ്യം കാണിക്കുന്ന, അതിൽ വാശി കാണിക്കുന്ന, അതിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ആ നെഞ്ചിനകത്തുള്ള മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് കളവ് പറയാൻ പാടില്ല എന്നുള്ളത് ഈ സമൂഹത്തെ പഠിപ്പിച്ചത് ഒരേ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഒരുപാട് ആയത്തുകളുടെയും ഒരുപാട് ഹദീസുകളുടെയും അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മളൊന്നും കൂടി പറഞ്ഞിരുന്നു. എന്നിട്ടും എന്തേ ഇങ്ങനെയുള്ള ചില ആളുകൾക്ക് കളവ് പറയാനും കള്ളക്കേസ് കൊടുക്കാനും സാധിച്ചത്? കളവ് പറയാൻ പാടില്ല എന്ന വിഷയം മുജാഹിദുകളുടെയും മറ്റുള്ളവരുടെയും ഇടയിലുള്ള ഒരു തർക്ക വിഷയമായിരുന്നില്ല. അതുകൊണ്ട്
കൈ എവിടെ കെട്ടണമെന്ന കാര്യം തർക്ക വിഷയമാണ്. ഒരാൾ മുജാഹിദാവണമെങ്കിൽ അയാൾ നെഞ്ചത്തിൻ്റെ കൈവെക്കണം, അത് തർക്ക വിഷയമാണ്. അല്ലാത്തവർ നെഞ്ചിന് താഴെയാണ് കൈവെക്കുക. തർക്ക വിഷയമായതുകൊണ്ട് അതിൽ നമ്മൾ കൃത്യത പാലിച്ചു, കണിഷ്ഠത പാലിച്ചു. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കൂട്ടരെങ്കിലും കുറച്ചൊക്കെ കളവ് പറയാം എന്ന് വാദിച്ചുകൊണ്ട്, മതത്തിൻ്റെ പേരങ്ങനെ വാദിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ഒരു മറുചേരി എന്നുകൊണ്ട് കളവ് പറയാൻ പാടില്ല എന്നതൊരു ആദർശമായി സ്വീകരിക്കുകയും അതിൽ നിലയുറപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുമായിരുന്നു എന്ന് നമ്മളന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥ സംഭവിച്ചതാണ്. അങ്ങനെ ആ കളവുകളും കള്ളത്തരങ്ങളും ഒരുപാട്, 1, 2, 4 ഒന്നല്ല. വമൻ അദ്ലമു മിമ്മൻ മനാ മസാജിദല്ലാഹി അയ്യുദ്കറ ഫീ ഇസ്മുഹു എന്ന ആയത്ത്, വസഅ ഫീ ഖറാബിഹ എന്ന ആയത്ത്, ഇതറിയാത്തവരൊന്നുമല്ല ഏത് പക്ഷത്തുള്ള നേതാക്കന്മാരാണെങ്കിലും. എന്നിട്ട് ഒരു പക്ഷത്തിൻ്റെ ഏറ്റവും ഉത്തരവാദപ്പെട്ട നേതാവിൻ്റെ എന്താ പറയുക, ആ നേതാവ് തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് വെള്ളിയാഴ്ച ദിവസം ജുമ നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിയിലേക്ക് നിയമപാലകന്മാരെ വിട്ട് ആ പള്ളി ആ ജുമുവോടുകൂടി അടച്ചുപൂട്ടുന്നത്. മാസങ്ങളോളം വർഷങ്ങളോളം അങ്ങനെ ആ പള്ളി അടഞ്ഞു കൊടുക്കുവാനുള്ള കാരണം എന്താ? ഈ ആയത്തോർമ്മല്ലാത്തതുകൊണ്ടാണോ? പിന്നീട് നിയമപരമായി തുറന്നു, വീണ്ടും അതിനെ പൂട്ടിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യുവജന വിഭാഗം ഈ അടുത്ത കാലത്തൊരു സമ്മേളനം നടത്തിയിരുന്നു. ആ സമ്മേളനത്തിൻ്റെ പ്രമേയം, അത് പറഞ്ഞിടത്തെല്ലാം കിട്ടിയിരിക്കുന്ന ആദ്യത്തെ പ്രതികരണം എന്താ? പ്രമേയം നേരാണ് നിലപാട്. ആ പ്രമേയം വായിലൂടെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കേൾക്കുന്നവർ പറഞ്ഞു, സംസ്ഥാന പ്രസിഡന്റിൻ്റെ മണ്ഡലത്തിൽ മാത്രം 3 കള്ളക്കേസുകൾ നിലവിലുണ്ട്. സംസ്ഥാന പ്രസിഡന്റിൻ്റെ മണ്ഡലത്തിൽ മാത്രം 3 കള്ളക്കേസുകൾ നിലവിലുണ്ട് എന്നിരിക്കെ നിലപാട് നേര് തന്നെയാണ്. അപ്പോൾ അതങ്ങനെ പോവാ. ആ ടീം അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ കൂടെ സഞ്ചരിച്ചിരുന്ന ആളുകൾ അവരെന്ത് ചെയ്തു? അവർ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ പറയുന്ന എല്ലാ കള്ളത്തരങ്ങളെയും എല്ലാ താന്തോന്നിത്തരങ്ങളെയും അംഗീകരിച്ചു, അതിനെ സപ്പോർട്ട് ചെയ്തു, അതിൻ്റെ കൂടെ നിന്നു, ഒരക്ഷരം പോലും എതിർത്തുരിയാടിയില്ല. അതോടൊപ്പം അവർക്ക് ചില താല്പര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, നേരത്തെ 999 മുതൽ നാട് നീളം പ്രചരിപ്പിച്ചിരിക്കുന്ന സലഫിയത്ത് ഉണ്ടല്ലോ, ആ സലഫിയത്തിനെ മെല്ലെ മെല്ലെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ മെല്ലെ കയറ്റിക്കൊണ്ടുവരേണ്ടതുണ്ട്. ആ കയറ്റിക്കൊണ്ടുവരുന്നതിൽ സംഘടന കുറച്ച് അമാന്തം കാണിക്കുന്നുവോ എന്ന് സംശയിച്ച ഘട്ടത്തിലാണ് അതിന് ആദ്യം നേതൃത്വം കൊടുത്തിരുന്ന ബഹുമാന്യ സുഹൃത്ത് സുബൈർ മങ്കട സംഘടന വിട്ടത്. എന്തിനാ വിട്ടത്? തൻ്റെ സലഫിയത്ത് ഇവർ നടപ്പിലാക്കാൻ കുറച്ച് സമയമെടുക്കും, അത്രയേ ഉള്ളൂ. നടപ്പിലാക്കൂല എന്നല്ല, സമയമെടുക്കും. കുറച്ചുകൂടി മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയപ്പോൾ ഈ സലഫിയത്ത് ഇതിനകത്ത് കയറ്റിക്കൊണ്ടുവരാൻ അവർ കണ്ടെത്തിയിരിക്കുന്ന മറ്റൊരു മാർഗമായിരുന്നു എന്ത്? കുറച്ചു കാലമെങ്കിലും മുജാഹിദ് പ്രവർത്തകന്മാരോ പണ്ഡിതന്മാരോ പ്രഭാഷകരൊക്കെ ആയി ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് എന്തിൻ്റെ പേരിലാണെങ്കിലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ പറയാനും പ്രചരിപ്പിക്കുവാനും പ്രകടിപ്പിക്കുവാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. മനസ്സിലായല്ലോ? അതുകൊണ്ട് എന്ത് ചെയ്തു? കുറച്ച് മുസ്ലിയാക്കന്മാരെ മെല്ലെ ഇങ്ങോട്ട് വഴി കാണിച്ചു. 2005-6 കാലഘട്ടത്തിലെ ആ ടീമിൻ്റെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളിലൊന്ന് പലയിടങ്ങളിലായി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം പ്രോഗ്രാം എന്താ? എന്തുകൊണ്ട് മുജാഹിദായി എന്ന പേര് കുറച്ചാൾക്കാരെ, അവർ നേരത്തെ മുസ്ലിയാക്കന്മാരാണോ അല്ല അത് വേറെ വിഷയമാണ്. എന്താണെങ്കിലും ആ വേദിയിൽ വരുമ്പോൾ അവർക്ക് തലപ്പാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ചാൾക്കാർ തലകെട്ട് കെട്ടിയിട്ട് ചില വേദികളിൽ പ്രത്യക്ഷപ്പെട്ട് എന്തുകൊണ്ട് മുജാഹിദായി എന്ന ഒരു പുതിയ സാധനം. പക്ഷേ അതും കണ്ടപ്പോൾ ബുദ്ധിയുള്ളവർ പറഞ്ഞു, അത് എന്തുകൊണ്ട് എന്നല്ലല്ലോ, എന്ത് കണ്ടു എന്നാണല്ലോ. എന്തോ കണ്ടുവന്ന് തന്നെയായിരുന്നു. അത് മറ്റൊന്നുമല്ല, തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സകലമാന അന്ധവിശ്വാസങ്ങളും അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റിക്കൊണ്ടുവരാൻ നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിലേക്കുള്ള പാലമാണിത് സലഫിയത്ത്. ഏതാണ് സലഫിയത്ത്? സലഫുകളുടെ മാർഗമാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചുവെങ്കിൽ സലഫുകളുടെ മാർഗവും ഇന്ന് ഈ പറയുന്ന സലഫിയത്തും തമ്മിൽ യാതൊരു ബന്ധവുമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അതിനു മാത്രം 2 പക്ഷത്ത് നിൽക്കുന്ന കാര്യങ്ങളാണിത്. നേരത്തെ അലിമദിനെ സൂചിപ്പിച്ച പോലെ സലഫു സ്വാലികളുടെ മാർഗമാണ് സലഫുകളുടെ മാർഗം എന്ന് പറയുന്നത്. സ്വഹാബികൾ മുതൽ ഇങ്ങോട്ട്
ആ മാർഗം എന്താ? അടിസ്ഥാന പ്രമാണങ്ങളായി വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും സ്വീകരിക്കുക. അതിൽ ഒന്നാം പ്രമാണം വിശുദ്ധ ഖുർആനും രണ്ടാം പ്രമാണം സുന്നത്തുമായി സ്വീകരിക്കുക. എന്നാൽ അതിനെ മറികടക്കുന്ന ഇത് രണ്ടും ഒരൊറ്റ പ്രമാണം തന്നെയാണ് എന്ന് വാദിക്കുന്ന സലഫിയത്ത്, ആ ഖുർആനിലൂടെയും പ്രവാചക അധ്യാപനങ്ങളുടെയും നമുക്ക് ബോധ്യമാകുന്ന വിഷയങ്ങളെ സ്വീകരിക്കാൻ, അത് അംഗീകരിക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ, അത് പ്രചരിപ്പിക്കാൻ മറ്റാരുടെയും കൺസെന്റ് ആവശ്യമില്ല എന്ന നിലപാട്, ആ നിലപാടിന് വിരുദ്ധമായി ഖുർആനും ഹദീസും മുമ്പിൽ വെച്ചാലും അതിന് മറികടക്കാൻ വേണ്ടി പണ്ഡിതാഭിപ്രായങ്ങൾ തേടുന്ന, ഇന്ന് ജീവിച്ചിരിക്കുന്നവരോ ഇന്നലകളിൽ മാത്രം മരണപ്പെട്ടു പോയവരായിരിക്കുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അതാ സലഫിയത്ത്. മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കൊണ്ട് പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുന്ന ഒട്ടേറെ അന്ധവിശ്വാസങ്ങൾ, അതിൽ സിഹിറുണ്ട്, അതിൽ കണ്ണേറുണ്ട്, അതിൽ ജിന്ന് സേവയുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് മാത്രമല്ല, ഖബർ പൂജയും നബിദിന ആഘോഷവും അതുപോലെയുള്ള ഒരുപാട് അങ്ങനെയുള്ള അനാചാരങ്ങൾ മാത്രമല്ല, ഈ പറയുന്ന ജിന്നും സിഹിറും കണ്ണേറും അനുബന്ധമായിരിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ. ആ കാര്യങ്ങളെല്ലാം ഈ പ്ലാറ്റ്ഫോമിലേക്ക് മെല്ലെ കയറ്റിക്കൊണ്ടുവരാൻ, അതൊരു പ്രബോധന വിഷയമാക്കി മാറ്റാൻ ഏറ്റവും നല്ല അവസരമാണ് ഈ കടന്നു വന്നിരിക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് കിട്ടിയത്. ആ മുസ്ലിയാക്കന്മാർ ഈ സലഫിയത്തിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ ആ സംഗതികൾ ഇവിടെ പ്രചരിപ്പിച്ചു തുടങ്ങി. 2007 മുതൽ 2012 വരെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിവിധ വേദികളിലെ പ്രോഗ്രാമുകൾ, പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ, എഴുത്തുകൾ എല്ലാം പരിശോധിച്ചാൽ ഈ വിഷയത്തെ നമുക്ക് നന്നായി കാണാൻ പറ്റും. ആരാ കൊണ്ടുവന്നത്? ആരത് ആനയിച്ചു കൊണ്ടുവന്നത്? ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന് കൃത്യമായ നിലപാട് നേരത്തെയുണ്ട്. എന്നാൽ വ്യത്യസ്തമായ അല്ലറ ചില്ലറ അഭിപ്രായങ്ങളൊക്കെ ഉള്ളവരുണ്ടാവാം, സ്വാഭാവികമാണ്. പക്ഷേ അന്ധവിശ്വാസങ്ങൾ എന്ന നിലയ്ക്ക് ഈ പ്രസ്ഥാനം പാടെ അകറ്റി നിർത്തിയിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൊണ്ടുവരികയും സിഹിറിന് ഫലപ്രാപ്തി ഉണ്ട് എന്നും ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടുമെന്നും, ആ ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടുക മാത്രമല്ല, മനുഷ്യ സ്ത്രീകളുമായി ശാരീരിക ബന്ധം പുലർത്തി അതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നും, ചിലപ്പോൾ നമ്മുടെ അതേ രൂപത്തിൽ ജിന്ന് വേറെ പ്രത്യക്ഷപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും, നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ ജിന്നുകൾ ഉണ്ടാവാം, അതുകൊണ്ട് ചൂടുവെള്ളം എടുത്ത് പുറത്തേക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ശരീരത്തിൽ തട്ടിയാൽ അത് ഉപദ്രവിക്കും. തേങ്ങ വലിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതതിൻ്റെ തലയിൽ വീണാൽ ഉപദ്രവിക്കും. മേശയുടെ വലിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ അകത്ത് ജിന്നുണ്ടാവും, അത് പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട്. വൈകുന്നേരമായാൽ വാതിലൊക്കെ അടക്കണം, എന്താ, ജിന്നുകൾ ശൈത്താന്മാർ കയറി വരും, മനസ്സിലായല്ലോ. അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെ കുറേ സംഗതികളുമായി ആളുകൾ രംഗത്ത് വന്നു. അത് രംഗത്ത് വന്നപ്പോൾ എനിക്കറിയാം 2008 ഫെബ്രുവരി മാസത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച്, ബീച്ചിൽ വെച്ച് അന്ന് നമ്മുടെ MSMൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട്. ആ സമ്മേളനത്തിന് മുമ്പ് ഇങ്ങനെ ഒരു വിഷയം നമ്മുടെ ചില പണ്ഡിതന്മാരോട് പറഞ്ഞപ്പോൾ, അങ്ങനെ ഉണ്ടാവുമോ, അങ്ങനെ ആരെങ്കിലും പറയുമോ, അങ്ങനെ പറയാൻ സാധ്യതയുണ്ടോ? മുജാഹിദുകളിൽ എന്തൊക്കെയാണെങ്കിലും അവർ മുജാഹിദ് എന്നല്ല പറയുന്നത്, അവരിങ്ങനെ പറയാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെ പ്രചരിപ്പിക്കുമോ? സംശയമായിരുന്നു. അന്ന് ആ വേദിയിൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെയുള്ള കുറച്ചാളുകളുടെ പ്രഭാഷണം കേൾപ്പിച്ചു കൊടുത്തു. അപ്പോഴാണ് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്കും സംഗതി ബോധ്യമായത്, ഇത് അപകടത്തിലേക്കാണ്, അപകടകരമായിരിക്കുന്ന ആദർശ വ്യതിയാനങ്ങളിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു 4-5 വർഷം ഇതിൻ്റെ പ്രചണ്ഡമായ പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോയി. ഈ സകലമാന ശിർക്കും കുഫറും ഖുറാഫാത്തും അന്ധവിശ്വാസങ്ങളും ഇതിനകത്ത് കയറ്റിക്കൂട്ടാൻ പണിയെടുത്തു. മുജാഹിദ് പ്രസ്ഥാനം സ്വാഭാവികമായും അതിനോട് പ്രതികരിച്ചു. പക്ഷേ പ്രതികരിക്കാനെന്ന് മുജാഹിദുകൾ മുഴുവനുമില്ല. പിന്നെ ആരാ? KNM മർക്കസുദ്ദവ എന്ന് പറയുന്ന ഈ ഒരു ടീം മാത്രമേ അതിനോട് എതിർക്കുവാനും പ്രതികരിക്കുവാനും പ്രതിരോധിക്കുവാനും ഉണ്ടായിരുന്നുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ് എങ്കിലും ഈ അന്ധവിശ്വാസങ്ങളെ എതിർക്കുവാനോ അകറ്റി നിർത്തുവാനോ മാറ്റി നിർത്തുവാനോ സാധിക്കാത്ത വിധം അന്നത്തെ മറുപക്ഷത്തെ നേതൃത്വവും കൂടി അതിനകത്ത് ശരിക്കും ചങ്ങലക്കിടപ്പെട്ടിരുന്നു.
ഒന്ന് ഇളകാൻ പോലും കഴിയാത്ത വിധം. അങ്ങനെ അതുമായി ഇങ്ങനെ മുന്നോട്ട് പോയി. കുറച്ചുകൂടി പോയപ്പോൾ അവർക്കിടയിൽ എന്തൊക്കെയോ ചില ഇഷ്യൂസ് ഉണ്ടായി. ആ ഇഷ്യൂസ് വന്നപ്പോൾ അതവരുടെ ഒരു സംസ്ഥാന സമ്മേളനത്തിൻ്റെ വേദിയിൽ കൃത്യമായി പ്രത്യക്ഷപ്പെട്ടു. 2012 അടിഞ്ഞിലത്ത് നടന്നിരിക്കുന്ന സമ്മേളനം എന്നാണോ പറയേണ്ടത്, വേറെ എന്താണോ പറയണമെങ്കിൽ അറിയില്ല, നിങ്ങൾ പറഞ്ഞോളി. എന്തായാലും അവിടെ നടന്നിരിക്കുന്ന ആ ഒരു പരിപാടിയുടെ അനുബന്ധമായി എന്താ സംഭവിച്ചത്? പല വീടുകളിൽ നിന്ന് ഒരേ സമ്മേളന നഗരിയിലേക്ക് വന്നിരിക്കുന്ന ആളുകൾ തിരിച്ചു പോകുന്നത് 2 കേന്ദ്രങ്ങളിലേക്കാണ്. തീർത്തും 2 വഴികളിലേക്കാണ്, രണ്ട് മാർഗങ്ങളിലേക്കാണ്. അതിന് പിറകെയാണ് ഈ ടീം പ്രത്യേകമായി സംഘടിക്കുകയും സംഘടന രൂപീകരിക്കുകയും ഈ പറയുന്ന മുജാഹിദും സലഫും അങ്ങനത്തെ യാതൊരു പേരുമില്ലാതെ ഒരു പുതിയ പേര് സ്വീകരിച്ച് രംഗത്ത് വരികയും ചെയ്ത്. അങ്ങനെ അവരങ്ങനെ വന്നിട്ട് കുറച്ചു കാലം എന്ത് ചെയ്തു? മൗനം പാലിച്ചു. എങ്ങനെ? ഈ അന്ധവിശ്വാസങ്ങളൊന്നും പൊതുവേദികളിൽ പറഞ്ഞില്ല, ഈ അനാചാരങ്ങളൊന്നും ഈ വാദങ്ങളൊന്നും പൊതുവേദികളിൽ പറഞ്ഞില്ല. പക്ഷെ എന്ത് ചെയ്തു? തങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ ഈ അന്ധവിശ്വാസങ്ങളിൽ ഊട്ടിയുറപ്പിക്കാൻ അവർക്കിടയിൽ നല്ല സ്റ്റഡി ക്ലാസുകൾ കൊടുത്തുകൊണ്ട് അവരതിൽ അടിയുറപ്പിച്ച് നിർത്താൻ വേണ്ട എല്ലാ ആഭ്യന്തര കാര്യങ്ങളും പൂർത്തീകരിച്ചു. അതിനുശേഷം ഈ അടുത്ത കാലത്ത് അവർ ആ വാദങ്ങളുമായി വീണ്ടും പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ ഞാനതിലേക്കാണ് തിരിച്ചു വന്നത്. 99 ഇവിടെ ഉയർത്തിക്കാണിച്ചിരിക്കുന്ന ആ സലഫിയത്തിൻ്റെ വക്താക്കൾ ആരൊക്കെയാണോ, ആ വക്താക്കളെ ഇന്ന് ഏതൊക്കെ വാദഗതികളിലാണ്, എന്തൊക്കെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്? വിശുദ്ധ ഖുർആനിൻ്റെ മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായ വിവരണ കൃതിയാണിത്, മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം. ആ ഖുർആൻ വിവരണത്തിൽ ഉണ്ട് എന്ന പേരിലോ ഇല്ല എന്ന പേരിലോ ഒക്കെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ പല രംഗത്ത് വരാറുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ആ ഖുർആൻ പരിഭാഷയെ ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മകൻ ഈ സലഫിയത്തിൻ്റെ ഭാഗമാണ്. ആ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തെ ഇപ്പോൾ തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഷ പറഞ്ഞ പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആര്? അമാനി മൗലവിയുടെ സ്വന്തം മകൻ. എന്തിൻ്റെ പേരിൽ? സലഫിയത്തിൻ്റെ പേരിൽ. ഈ 99 ഇറക്കം ചെയ്തിരിക്കുന്ന സലഫിയത്തിൻ്റെ പേരിൽ. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മഹാനായ മറ്റൊരു പണ്ഡിതനാണ് ആര്? കെ ഉമർ മൗലവി. ഉമർ മൗലവിയുടെ കുറേ ആപ്തവാക്യങ്ങളുണ്ട്. ആളെ നോക്കണ്ട, തെളിവ് നോക്കുക. ഇന്നൊരു മഹാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടൻ അദ്ദേഹം പ്രതികരിക്കും. അദ്ദേഹത്തിനരികിൽ ജിബ്രീൽ വന്നതായിട്ടുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഉമർ മൗലവിക്ക് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അങ്ങനെയുള്ള കുറേ പ്രയോഗങ്ങളുണ്ട്, അല്ലേ? ഈ കാര്യം ഇന്ന മഹാൻ പറഞ്ഞതാണ്. അത് പ്രവാചക ചരി ഇല്ലാത്താണെങ്കിൽ അദ്ദേഹം എന്താ പറയുക? അദ്ദേഹത്തിന് നിങ്ങൾ വലിയ മഹാനല്ലേ, അപ്പോൾ വലിയൊരു കുപ്പായിട്ട് തൊള്ളി പറയും. അങ്ങനെയൊക്കെയുള്ള ഉമർ മൗലവി അദ്ദേഹത്തിനുമുണ്ട് ഒരു ഖുർആൻ വിവരണ ഗ്രന്ഥം. അദ്ദേഹത്തിൻ്റെ മകൻ എന്ത് ചെയ്യുന്നു? അതിപ്പോൾ പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുന്നു. അതും എന്തിൻ്റെ പേരിലാണ്? ഈ 99 കയറിക്കൂടിയിരിക്കുന്ന സലഫിയത്തിൻ്റെ പേരിൽ. സംഘടന തന്നെ തിന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന കാട്ടിക്കാരിക്കുന്ന ആളുകളും എന്തിൻ്റെ പേരിലാണ് വന്നത്? സലഫിയത്തിൻ്റെ പേരിൽ. ഇപ്പോൾ സിഹിറും ജിന്നും കണ്ണേറും അങ്ങനെ തുടങ്ങി. പിന്നെ എല്ലാവിധ അന്ധവിശ്വാസങ്ങളെയും ആദർശവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും വന്ന് എവിടെ നിന്നാണ്? 99 കയറിക്കൊണ്ടിരിക്കുന്ന സലഫിയത്തിൻ്റെ പേരിൽ. ഇതെല്ലാം ഒരൊറ്റ വഴിയിൽ നിന്ന് വന്ന ആ ബാലുശ്ശേരിൻ്റെ സഹോദരൻ. അദ്ദേഹത്തിന് എന്താണ് പറയേണ്ടത്, എന്താണ് പറഞ്ഞുകൂടാത്തതെന്നുള്ള ബോധം പോലും നഷ്ടപ്പെട്ട പോലത്തിലാണ്. എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ കബറുങ്ങളിൽ ചെന്നിങ്ങനെ തേടുന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതും എന്തിൻ്റെ പേരില? ഈ സലഫിയത്തിൻ്റെ പേരിൽ. ബാലുശ്ശേരി എന്ന് പറയുമ്പോൾ ഒരാളല്ല 2 പേരുണ്ട്, അറിയാതെല്ലാം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫത്വ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ രൂപത്തിൽ ഈ കാര്യങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പണ്ട് KC അബൂബക്കർ മൗലവി പറഞ്ഞ പോലുണ്ട്. അദ്ദേഹം അഹ്ലുസുന്ന വൽ ജമാ എന്ന വിഷയം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയാനുള്ള കാര്യമുണ്ട്. എന്താ? ഒരാളൊരു കുട വാങ്ങി,
ഏതൊരു കമ്പനിയുടെ കുടയാണ്. ഇപ്പോൾ പുതിയ കാലത്ത് ഓർമ്മയുള്ള കുടയാണെങ്കിൽ പോപ്പിന്നൊക്കെ പറയല്ലേ, ഇവിടെ പോപ്പി കുട. കുറച്ചു കാലം ഉപയോഗിച്ചു. കുറച്ചു കാലം ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ കമ്പി കേടുവന്നു. അപ്പോൾ കമ്പി മാറ്റി. കുറച്ചു കാലം ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ ശീല കേടുവന്നു. അപ്പോൾ ശീല മാറ്റി. പിന്നെയും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാല് കേടുവന്നു. കാല് മാറ്റി. ഈ നിയമം എന്താ ബാക്കിയുള്ളത്? ഈ കമ്പനിക്കാർ തന്നത് ഈ ഒരു പിടി മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെപ്പറ്റി എന്താ പറയുക? അത് പോപ്പിക്കുടയാണെന്നാണ്. എന്ന പോലെയാണ് നമ്മുടെ നാട്ടിലെ അഹ്ലുസുന്നത്ത് ജമാഅത്ത്. ഏതാണ്ട് അതേ അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഞങ്ങളാണ് മുജാഹിദുകൾ, ഞങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ആളുകൾ, ഞങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമുള്ള ആളുകൾ, ഞങ്ങൾക്കാണ് ആദർശ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞു വരുന്ന ഈ ടീമുകളെല്ലാം ഒരു ആരും വ്യത്യാസമല്ല. ഇവരെല്ലാം വന്നത് ഈ പറയുന്ന 99 സലഫിയത്തിലൂടെയാണ്. അവരെല്ലാം ഇവിടെ വ്യത്യസ്തങ്ങളായ രൂപത്തിലാണെങ്കിലും ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നാം പടിയടച്ച് പിണ്ടം വച്ചിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെയാണ്. ഒന്നും വിട്ടിട്ടില്ല, ആ അന്ധവിശ്വാസങ്ങളെയാണ്. പക്ഷേ കൂടെ പറയുന്നത് എന്താ? ഇത് മുജാഹിദ് പ്രസ്ഥാനമാണ്, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം, ഇതന്നെയായിരുന്നു മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ വിഷയത്തിലേക്ക് ആളുകൾ. ഞാൻ തുടക്കത്തെ പറഞ്ഞത്, ഇസ്ലാഹി പ്രസ്ഥാനം വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും പ്രമാണമായി സ്വീകരിച്ച്, ഏകദൈവാരാധന അടിസ്ഥാന ആദർശമായി സ്വീകരിച്ച് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തനം ആരംഭിച്ച് തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് ലോകത്തെവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും മറ്റൊരു പ്രസ്ഥാനവുമായി അതിൻ്റെ ഒരു വാലായി പ്രവർത്തിക്കേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ കീഴ്ഘടകമായി പ്രവർത്തിക്കേണ്ടെന്ന, അതിൻ്റെ പോഷകഘടകമായി പ്രവർത്തിക്കേണ്ടെന്ന ഒരു ഗതികേടും നാളിതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇന്ന് ആ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് നേരത്തെ അവിടെ സൂചിപ്പിച്ച സിഹിർ ചെയ്യൽ ശിർക്കാന്നുള്ള കാര്യത്തിൽ പ്രത്യക്ഷത്തിൽ ആർക്കും അഭിപ്രായത്തില്ല. അത് ഫലിക്കുമെന്ന് വിശ്വസിച്ച ശിർക്കാണോ എന്ന കാര്യത്തിലാണ് ഇപ്പം അഭിപ്രായം. നേരത്തെ അതുമില്ല. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ച ശിർക്കാവോ എന്നുള്ള വിഷയത്തിൽ നേരത്തെ അഭിപ്രായത്തില്ല, ഇപ്പം ഉണ്ടായ അഭിപ്രായത്തിലാണ്. എന്താ കാരണം? ഈ ലോകത്ത് ആർക്ക് സിഹിർ ഫലിച്ചില്ലെങ്കിലും, ആരെയും ബാധിച്ചില്ലെങ്കിലും, ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരെയും അത് ബാധിച്ചില്ലെങ്കിലും നിർബന്ധമായും പ്രവാചക തിരുമേനിക്ക് അത് ബാധിച്ചിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എന്തു ചെയ്യും? ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ ഉള്ളതുകൊണ്ട് ആ റിപ്പോർട്ടുകൾ വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ കൃത്യമായ ആശയങ്ങൾക്ക് വിരുദ്ധമാണെങ്കിലും അങ്ങനെയുള്ള കിതാബുകൾ ഉള്ളതുകൊണ്ട് പ്രവാചക തിരുമേനിക്ക് സിഹിർ ബാധിച്ചു എന്ന് അംഗീകരിച്ച മതിയാവൂ എന്നിടത്താണ് കാര്യമുള്ളത്. ആരാ പ്രവാചകർ? ഈ കാര്യങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഇന്ന റുഖ വത്തമായിമ വത്തിവലത ശിർകുൻ എന്ന് പഠിപ്പിച്ച പ്രവാചകർ. സിഹിറിൽ വിശ്വസിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് ആവർത്തിച്ചു പഠിപ്പിച്ച പ്രവാചകർ. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ ശാപമേറ്റവരാണ് അഹ്ലി കിതാബുകാരി എന്ന് ഖുർആനിലൂടെ പഠിപ്പിച്ചു നിൽക്കുന്ന പ്രവാചകർ. ആ പ്രവാചകർ സിഹിർ ബാധിതനാണ് എന്ന് പറയുന്നവർ അക്രമികളും വഴിപഴച്ചവരും നന്നാവാൻ മാർഗമില്ലാത്തവരുമാണ് എന്ന് ഖുർആനോദി പഠിപ്പിച്ചിരിക്കുന്ന പ്രവാചകർ. ആ പ്രവാചകർക്ക് തന്നെ സിഹിർ ബാധിച്ചു എന്ന് വിശ്വസിച്ചെങ്കിലേ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുള്ളൂ. ബാലുശ്ശേരിയിൽ വന്നിരിക്കുന്ന അടുത്ത റിപ്പോർട്ട് അതാണ്. ആ ഒരു റിപ്പോർട്ട് നിഷേധിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കാഫിറായി. എത്ര എളുപ്പമെന്നറിയോ ആളുകളെ അകത്തും പുറത്തുവാക്കാൻ? പ്രവാചക തിരുമേനിക്ക് സിഹിർ ബാധിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് അംഗീകരിച്ചില്ലെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കാഫിറായി. അങ്ങനെയുള്ള അതാ ഫത്വകൾ. ഏതാ വിഷയം? വിശുദ്ധ ഖുർആനുമായി പൊരുത്തപ്പെടാത്ത, പ്രവാചക തിരുമേനി പഠിപ്പിച്ചിരിക്കുന്ന ആശയത്തിന് വിരുദ്ധമായ ഇങ്ങനെയുള്ള സംഗതികൾ അത് ചില കിതാബുകളിൽ വന്നു എന്നതിന്റെ പേരിൽ മാത്രം അംഗീകരിച്ചില്ലെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അയാൾ കുഫറിലാകും, ഷിർക്കിലാകും എന്നൊക്കെ പറയുന്നവർ അവരതിൻ്റെ ഗൗരവം ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അവരതിൻ്റെ ഗൗരവം അവർ ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ആലോചിക്കുക, അങ്ങനെയാണ് വിഷയങ്ങൾ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി ഈ 2007 മുതൽ 2012 വരെയുള്ള കാലത്ത് കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനാണ് വിഷയം. അതുകൊണ്ട് തന്നെയാണ് അവർക്കിടയിൽ
ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് മറ്റു ചില വഴിക്ക് തിരികെയൊക്കെ ചെയ്തത്. ഏതായിരുന്നാലും ആ സിഹിറിന് ഫലപ്രാപ്തി ഉണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, അദൃശ്യമായി നമ്മളെ സഹായിക്കാനോ ഉപദ്രവിക്കാനോ പടച്ച റബ്ബല്ലാത്ത ഏതെങ്കിലുമൊക്കെ ശക്തികൾക്കോ വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ സാധിക്കുമെന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കൽ ശിർക്കാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും പ്രദർശനമുണ്ടോ? സിഹിറിന് ഫലപ്രാപ്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സഹോദരനുമായി ഞാൻ പേഴ്സണലായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഈ ചോദ്യം ചോദിച്ചു. അദ്ദേഹം ആദ്യം പറഞ്ഞു, സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാന്ന് പറയാൻ പാടില്ല, കാരണം സിഹിറിന് ഫലപ്രാപ്തിയുണ്ട്, അത് ഫലിക്കും, അതുകൊണ്ട് ശിർക്കാന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു വെച്ചാണ്, അദൃശ്യമായ മാർഗത്തിലൂടെ അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും എന്തിനെങ്കിലും നമ്മളെ സഹായിക്കാനോ ഉപദ്രവിക്കുവാനോ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണോ എന്ന് ചോദിച്ചു. അത് ശിർക്കാണെന്ന് പറഞ്ഞു. എന്നാൽ അദൃശ്യമായ മാർഗത്തിലൂടെ അല്ലാതെ ഈ സിഹിർ എന്ന് പറയുന്ന സംഗതിയുടെ ഫലം പ്രതീക്ഷിക്കുന്ന വല്ല വഴിയുണ്ടോ ചോദിച്ചു. അതില്ലാന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ പറഞ്ഞോ, അപ്പോഴാണ് അദ്ദേഹം നമുക്ക് അവസാനിപ്പിക്കാൻ തന്നെ പോയത്. രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ അങ്ങനെ പറയും. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, അദൃശ്യമായി നമ്മെ സഹായിക്കാനും ഉപദ്രവിക്കുവാനും പടച്ച റബ്ബല്ലാത്ത മറ്റൊരു ശക്തിക്കോ വ്യക്തിക്കോ വസ്തുവിനോ സാധ്യമല്ല എന്ന അടിയുറച്ച കാര്യമാണ് തൗഹീദിന്റെ നിർവചനത്തിലൂടെ കേരളീയ സമൂഹത്തെ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് സിഹിർ ഫലിക്കുമെന്ന വിശ്വാസം ശിർക്കാണ് എന്ന് നമ്മൾ കൃത്യമായി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു വിഷയം വെച്ചാൽ, ഈ നേരത്തെ പറഞ്ഞല്ലോ, ജിന്നുകൾക്കും മലക്കുകൾക്കുമൊക്കെ അള്ളാഹു കൊടുത്തിരിക്കുന്ന കഴിവ് അതുപയോഗിച്ച് അവർ നമ്മളെ സഹായിക്കുമെന്ന് കരുതിയാൽ, അത് നമ്മൾ തേടിയാൽ അത് ശിർക്കല്ല എന്ന വാദഗതികളിലേക്ക്, ഇത് നേരത്തെ മറ്റേ സമസ്തക്കാർ പറഞ്ഞ വിഷയം തന്നെയാണ്, അവർ വേറെ രൂപത്തിലാണ് പറഞ്ഞെന്നുള്ളൂ. മരിച്ചുപോയ മഹാത്മാക്കൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന കഴിവ് കൊണ്ട് അവർ തങ്ങളെ സഹായിക്കുമെന്ന് കരുതി അവരോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്ന് വാദിക്കാനാണ് സമസ്തക്കാർ ഈ ഒരു നൂറ്റാണ്ട് കാലം വിനിയോഗിച്ചത്. ആ മണ്ണിനടിയിൽ കിടക്കുന്ന മനുഷ്യന്മാർ അവര് എന്തായിരുന്നാലും കുറച്ചു കാലമെങ്കിലും ഈ ഭൂമുഖത്ത് ജീവിച്ചവരാണ്. എന്നാൽ അതേ മണ്ണിനടിയിൽ ആരെങ്കിലും കുഴിച്ചിട്ടിരിക്കുന്ന ഒരു തകിട് നമ്മളെ ഉപദ്രവിക്കും, നമ്മളെ സഹായിക്കും എന്ന് വിശ്വസിച്ചാലോ? ഈ തകിടിന് ഒരു കാലത്തും ജീവൻ ഉണ്ടായിട്ടില്ല. മനസ്സിലായല്ലോ? മാത്രമല്ല, അതുപോലെ തന്നെ ജിന്നുകളും മലക്കുകളും ഒക്കെ, ഇതിന്റെ വിഷയം എന്താ? ജിന്നുകൾക്കും മലക്കുകൾക്കും ഒരു കഴിവില്ലാത്തത് കൊണ്ടോ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടൊന്നല്ല പ്രശ്നം. പക്ഷെ പ്രശ്നം എന്താ? അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പടച്ച റബ്ബ് അതിനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് നൽകണം. അത് നൽകിയിട്ടില്ല. അത്രയുള്ള വിഷയം. മലക്കളെ കുറിച്ച് ഖുർആനിൽ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. കൃത്യമായിട്ട് പറഞ്ഞു തന്നു. എന്താ? അവര് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അല്ലാഹ് കൽപ്പിച്ച് അതുപോലെ ചെയ്യാം, അതിനെ ധിക്കരിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ, സ്വന്തം ഇഷ്ടപ്രകാരം തങ്ങൾക്ക് എന്തുമാത്രം കഴിവുകളുണ്ടെങ്കിലും ആ കഴിവുകൾ പ്രാവർത്തികമാക്കാൻ അവർക്ക് കഴിയില്ല. അതിന് പടച്ചോൻ പ്രത്യേകം പെർമിഷൻ കൊടുക്കണം. എന്ന പോലെ ജിന്നുകൾക്ക് നല്ല കഴിവുണ്ട്, ഉണ്ടാവാം. ചിലതൊക്കെ ഖുർആനിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്, ചിലതൊക്കെ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സുലൈമാൻ നബിക്ക് ഒരു മുഅ്സത്തി എന്ന നിലയ്ക്ക് ചില ജിന്നുകളെ അധീനപ്പെടുത്തി കൊടുത്ത് അവരെ കൊണ്ട് പണിയെടുപ്പിച്ച കാര്യം ഖുർആൻ പറയുന്നുണ്ട്. ആ ജിന്നുകളിൽപ്പെട്ട ഒരു മല്ലൻ, ഇഫ്രീത്ത് എന്ന് പറയും, സബയിലെ മലിക്കത്തിൻ്റെ സിംഹാസനം ഞൊടിയിട കൊണ്ട് ഞാനിവിടെ എത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കതിന് കഴിവുണ്ട്, ഞാൻ വിശ്വസ്തനാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല കഴിവുള്ള ആൾക്കാരാ കൂടുതലുണ്ട്. പക്ഷേ അതൊരു പ്രവാചകന് ആ ജിന്നുകളെ അധീനപ്പെടുത്തി കൊടുത്ത മുഴുസത്തായിരുന്നുകൊണ്ടാണ്. സാധാരണ നിരക്ക് മനുഷ്യർക്കിടയിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല. അപ്പോൾ അള്ള ചെയ്തു കൊടുക്കണം. മുഴുസത്ത് അള്ള പ്രകടിപ്പിക്കുന്നതാണ്. അതൊരു പ്രവാചകരിലൂടെ ആയിരിക്കുന്നു മാത്രം. അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ പല കഴിവുകളുമുള്ളവർ ആ കൂട്ടത്തിലുണ്ട് എന്ന് കരുതി നമുക്ക് ആ കഴിവ് ചോദിക്കാൻ പറ്റുമോ? ആ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സഹായം തേടാൻ പറ്റുമോ? നല്ല ബന്നായികൾ, നല്ല നിർമ്മാണ വൈദഗ്ധ്യമുള്ള ആളുകൾ ജിന്നുകൾക്കിടയിലുണ്ട് എന്ന് പറയുന്നുണ്ട്. വെള്ളത്തിലെ ആഴത്തിൽ മുങ്ങിച്ചെന്ന് പലതും പൊക്കിയെടുക്കാൻ പറ്റുന്നവർ ജിന്നുകൾക്കിടയിലുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ബൈത്തുൽ മുഖദ്ദസിൻ്റെ
ഒരു പുനരുദ്ധാരണം നടത്തിയത് സുലൈമാൻ നബിയാണെന്നാണ് വിശ്വാസം. അത് ശരിയാണെങ്കിൽ അവിടെ ചില തൂണുകൾ കാണാൻ പറ്റും. ഒറ്റക്കല്ലിലെ ഗംഭീരമായ വലിയ ഭീമാകാരമായിരിക്കുന്ന തൂണുകൾ. ആ തൂണുകൾ അന്ന് സുലൈമാൻ നബി ജിന്നുകളെ കൊണ്ട് എടുപ്പിച്ചതാണ് എന്നാണ് അഭ്യൂഹം, അല്ലാഹുഅലം. അത് ശരിയാണെങ്കിൽ അസാങ്കത്യൊന്നുമില്ല. കാരണം എന്താ, സുലൈമാൻ നബിക്ക് അങ്ങനെ അധീനപ്പെടുത്തി കൊടുത്തിരുന്നു. ശരി, ഇരിക്കട്ടെ. നമുക്ക് ഇന്ന് വീട് പണിക്ക് ജിന്നിനെ വിളിക്കാൻ പറ്റുമോ? വെള്ളത്തിൽ വല്ലതും മുങ്ങിയെടുക്കാൻ, ഈ കടലിൽ മുങ്ങിയിട്ട് പിന്നെ മുത്തോ പവളോ എടുക്കാൻ വേണ്ടി ജിന്നുകളെ വിളിക്കാൻ പറ്റുമോ? അതിനുള്ള വകുപ്പുണ്ടോ? ഇത് ഞാൻ പറഞ്ഞ വിഷയം. അപ്പോൾ അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. ജിന്ന് വർഗത്തിലെ ശൈത്താന്മാർ, അതുപോലെ മനുഷ്യവർഗത്തിലുണ്ട്. 2 വർഗത്തിലുണ്ട് ശൈത്താന്മാർ. ആ ശൈത്താന്മാർക്ക് പരമാവധി, പ്രത്യേകിച്ച് ജിന്ന് വർഗത്തിലെ ശൈത്താന്മാർക്ക് പരമാവധി എന്ത് ചെയ്യാൻ പറ്റുക? നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മളെ മനസ്സിനെ വസ്വാസാക്കിയിട്ട് തെറ്റിലേക്ക് നയിക്കാൻ പറ്റും. അതാണ് ജിന്ന് അവിടെ, ഈ ശൈത്താൻ അവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല, ഒരു സ്വാധീനവും ഉണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളെ എൻ്റെ വഴിയിലേക്ക് ക്ഷണിച്ചു, നിങ്ങളെ കേട്ടു. ഇതല്ലാത്ത എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പിശാച് പോലും അവകാശപ്പെടുന്നില്ല. ആ അവകാശപ്പെടാത്ത കാര്യങ്ങളാണ് ഈ പിശാചിലേക്ക് ചേർത്ത് വെക്കുക. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. പിശാചിന് അങ്ങനെ വല്ല ശാരീരികമായി മനുഷ്യരുമായി ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഒരൊറ്റ മനുഷ്യൻ, ഒരൊറ്റ വിശ്വാസി 5 വക്ത് നിസ്കരിക്കാൻ പോവോ? പിശാച് വള്ളിച്ച് തള്ളിയിടൂലേ? ഇവിടെ മുസ്ലിങ്ങളുടെ ആരുടെയെങ്കിലും വീടുകൾ നിലനിൽക്കുക, കമ്പനി പൊളിച്ച് തകർക്കൂലേ? മുസ്ലിങ്ങൾ ആരെങ്കിലും ഇവിടെ മുസ്ലിങ്ങളായി ജീവിക്കോ? കൊന്നുകളിയില്ലേ? എന്താ ചെയ്യാൻ പറ്റുക? അല്ലേ പറഞ്ഞു, ഇന്നഹു യറാക്കും ഹുവ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു. നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല, അവർക്ക് നിങ്ങളെ കാണുകയും ചെയ്യാം. അപ്പോൾ ഒളിഞ്ഞിക്കേണ്ട കാര്യം കൂടിയില്ല, ഒളിഞ്ഞെന്നെ നിൽക്കുന്നത്. എവിടുന്ന് വന്ന്, പിന്നിലൂടെയും മുന്നിലൂടെയും ഏത് ഭാഗത്തുകൂടെയും വന്ന് നമ്മളെ ഉപദ്രവിക്കുവാനും ആക്രമിക്കുവാനും കൊല്ലാനും അപായപ്പെടുത്തുവാനും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും സഹോദരിമാർക്ക് മാനം കാത്ത് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടോ എന്നില്ല, അതിനുള്ള സ്വാതന്ത്ര്യം പടച്ചറബ് നൽകിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വിശ്വാസികളായി ഒരാളുണ്ടാവില്ല. അതാ വിഷയം. അപ്പോൾ അവിടൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. എന്നിട്ടും അവർക്കില്ലാത്ത കഴിവുകളോ അല്ലെങ്കിൽ കൊടുക്കാത്ത സ്വാതന്ത്ര്യമോ അവരിലേക്ക് ചാർത്തി വെച്ചിട്ട് അവരെ കൊണ്ട് പലതും ചെയ്യിക്കാൻ അവരുടെ പൂജാരികൾക്കെങ്കിലും സാധിക്കുമെന്നിടത്തേക്ക് എത്തിക്കാനാണ് ഇന്ന് ഈ പുതിയ മുസ്ലിയാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സിഹിറിൻ്റെ വിഷയത്തിലാണെങ്കിലും ജിന്നുമായി ബന്ധപ്പെട്ട് ഇനി കണ്ണേറിൻ്റെ വിഷയം തന്നെയാണ്. എന്താ കണ്ണേർ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന് കണ്ണേർ, അതൊരു വിഷയം തന്നെയാണ്. ഇവർ പറയുന്ന കണ്ണേർ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? ഒരാളെ വീഴ്ത്താൻ പറ്റും. ശരി, എന്നാൽ ഈ രാജ്യം ഭരിക്കുന്ന അക്രമികളായിരിക്കുന്ന ഭരണാധികാരികളെ വീഴ്ത്താൻ പറ്റുമോ? ശ്രമിച്ചു നോക്കിയൂടെ? പോട്ടെ, അയൽ രാജ്യങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ അക്രമികളൊക്കെ ഉണ്ട്. ആ അക്രമികളെ വീഴ്ത്താൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും? ഇവിടെ ഈ സിഹിറും ഈ കണ്ണേറും ഈ പറയുന്ന എല്ലാ സംഗതികളും, ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ഒരുപക്ഷെ ഏറ്റവും നന്നായി ഉണ്ടായിരുന്ന കാലത്ത് മുസ്ലിങ്ങളെ ആക്രമിക്കുവാൻ ശത്രുക്കൾ വാളെടുത്തത്, ശത്രുക്കൾ വാളും അമ്മുമൊക്കെയാണ് എടുത്തത്. അവർ സിഹിറിൻ്റെ ഉപകരണം എടുത്തിട്ടില്ല. അതിന് വേണ്ടിയിട്ട് അവർ ഏതെങ്കിലും കണ്ണന്മാരെ പിടിച്ചൊന്നും നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ യുദ്ധം ചെയ്യുകയാണ്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? യുദ്ധം ചെയ്താൽ എന്തായാലും വിജയിച്ചാലും പരാജയപ്പെട്ടാലും അവനവൻ്റെയും കുറച്ച് നഷ്ടമൊക്കെ ഉണ്ടാവില്ലേ? അത് വരുത്തണം വെറുതെ. അവനവൻ്റെ വീട്ടിലിരുന്ന് നന്നായിട്ട് സിഹിർ ചെയ്താൽ, ഇങ്ങനെ ചില കണ്ണന്മാരെ വിട്ടിട്ട് ഇങ്ങനെ നോക്കിയാൽ തീരൂലേ? ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണത്. ഇതിപ്പോൾ മാവിലിങ്ങനെ മാങ്ങ നിറഞ്ഞു നിൽക്കുക, അതിലേക്ക് ഒരുത്തൻ നോക്കിയാൽ അത് കംപ്ലീറ്റ് കരിഞ്ഞുണങ്ങി വീടും എന്നാണ് വിശ്വാസം. എന്നാൽ തേങ്ങയിലേക്ക് നോക്കിയാൽ വീഴ്ത്താൻ പറ്റുമോ? ഒരു സഹോദരൻ അവരോട് പറഞ്ഞത്, അത് തേങ്ങക്ക് തന്നെ 3 കണ്ണുണ്ട്, അതുകൊണ്ട് അതിന് ഫലിക്കൂല. മനസ്സിലല്ലേ? അപ്പോൾ ഇതാണ് അവസ്ഥ. അങ്ങനെ കണ്ണേറ്, സിഹിർ, ജിന്ന്, പിന്നെ അനുബന്ധമായിട്ട് വേറെ കുറേ സാധനങ്ങൾ. 99 ആരോപണങ്ങളിൽ പ്രധാനമായി വന്ന സംഗതി തരോ, നമ്മളെ ടീം 23 റക്അത്ത് തറാവീഹ് നമസ്കരിക്കുന്നവരാണ്.
11 പരിമിതപ്പെടുത്തണം എന്ന അഭിപ്രായമുള്ളവരല്ല. ഇപ്പോഴോ? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? തറാവീൻ്റെ റക്കാത്ത് ഇപ്പോൾ എവിടെത്തിന്? മാത്രമല്ല അതിൽ കുനൂത്തടക്കമുള്ള കാര്യങ്ങൾ ഇനി നടപ്പിലാകാത്ത ഏതെങ്കിലും ഏരിയ ഉണ്ടോ? എന്തെല്ലാം കാര്യങ്ങളാണ് പുതിയത്? നമ്മൾ മുസ്ലിം സമൂഹത്തിന് കൃത്യമായ വേഷവിധാനമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് സഹോദരിമാർക്കൊക്കെ ആവശ്യമായ വസ്ത്രങ്ങളില്ല, അല്ലെങ്കിൽ അത് ധരിക്കുക, അങ്ങനത്തെ അവസ്ഥ ഉണ്ടല്ലോ. ആ അവസ്ഥയെ അവരെ മാറ്റിക്കൊടുത്ത മുജാഹിദ് പ്രസ്ഥാനമാണ്. പക്ഷെ മാറ്റിക്കൊണ്ടുവരുമ്പോൾ പഠിപ്പിച്ചെന്താ? ഒരു സ്ത്രീ മുഖവും മുൻകൈയും ഒഴികെ ശരീരഭാഗങ്ങൾ പൂർണ്ണമായി മറക്കണം. അതിന് പറ്റാവുന്ന ഏത് വസ്ത്രം ധരിക്കാം. പർദ്ദയാവാം, ചുരിദാറാവൊക്കെ ആവാം. അത് നമ്മൾ പഠിപ്പിച്ചാണ്. അതിലേക്ക് ഒന്നുകൂടി കൂട്ടി, എന്താ? മുഖവും കൂടി മറക്കണം. ആ മുഖവും കൂടി മറക്കണം എന്നത് ഇപ്പം എവിടെ എത്തിയറിയത്? ഞാൻ പറയുന്നത് സലഫിയത്തിൻ്റെ ഭാഗമാണ്. ഒരുപക്ഷെ ഇവിടുത്തെ സലഫികളാകാം, അല്ലെങ്കിൽ അവിടുത്തെ സലഫികളാകാം, ആരോട്ടെ. ആ മുഖവും കൂടി മറക്കണമെന്നുള്ളത് എവിടെ എത്തി ചോദിച്ചാൽ, ഈ വർഷത്തെ ഹജ്ജിൽ ഞങ്ങൾ രണ്ടുപേരും നേരിട്ട് കണ്ടതാ. എന്താ? ഹജ്ജ് വേളയിൽ ഇഹ്റാമിലായിരിക്കുമ്പോൾ സ്ത്രീകൾ മുഖം മറക്കാൻ പാടില്ല, കൈപ്പടം മറക്കാൻ പാടില്ല. എന്താ ചെയ്യണേ? അറിയാം ആരാ മുഖറില്ല, ഒരാൾക്കാർ തന്നെയാണോ അല്ല വേറെ സെൽഫി? എന്താണ് ഈ സെൽഫിയത്താണ്, വേറെ ഒന്നുമല്ല. എങ്ങനെ മുഖം, എങ്ങനെ എന്താ പരിപാടി നേരോ? ഒരു തൊപ്പിയിടുക, ഈ പുറത്തേക്ക് തള്ളിക്കുന്നൊരു തൊപ്പി. ആ തൊപ്പിയുടെ മുകളിലൂടെ മുഖം മൂടിയിടുക. ഔ, ബനൂ ഇസ്രായേൽക്കാർ ചെയ്ത പോലെ തന്നെ അള്ള പറഞ്ഞ കൽപ്പന പാലിച്ചോ? പാലിച്ചു. എന്നാൽ അവിടെ വല്ല കുഴപ്പമുണ്ടായോ? ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അല്ലേ? ആരെങ്കിലും ഇപ്പം മീൻ പിടിച്ചോ? ഒറ്റ മീൻ പിടിച്ചിട്ടില്ല. എന്നാൽ ഒറ്റ മീൻ നഷ്ടപ്പെട്ടിട്ടോ? ഇല്ല, ഒറ്റ നഷ്ടപ്പെട്ടിട്ടില്ല. ഈ രൂപത്തിൽ ഈ തൊപ്പിക്ക് മുകളിലൂടെ ഒരു ശീല, ഒരു കർട്ടൻ തൂക്കിയിട്ടിട്ട് അങ്ങനെ മുഖം മറച്ച് ഈ ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾ, ഇത് പുതിയ കാഴ്ചയാണ്, ഈ കൊല്ലം കണ്ടതാ. എന്തൊക്കെ ഇനി കാണാനിരിക്കുന്നു അല്ലാഹു അലം. നിസ്സാരമല്ല വിഷയം. അങ്ങനെ ഈ അനുഷ്ഠാന തീവ്രതയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് അതിങ്ങനെ അവതരിപ്പിക്കാൻ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും? വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുക്കും, പ്രവാചക അധ്യാപനങ്ങൾ എടുത്ത് ഉദ്ധരിക്കും. അപ്പോൾ ഉടനെ വരുന്ന മറുപടി, ആ കിതാബിൽ ഇങ്ങനെയുണ്ട്, ഈ കിതാബിൽ ഇങ്ങനെയുണ്ട്. ഞാനതാ മുമ്പ് പറഞ്ഞത്. വിശുദ്ധ ഇവിടെ ആയിരക്കണക്കിന് ബൾബുകൾ പ്രകാശിക്കുമ്പോൾ ആ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ബൾബിലേക്ക് സൂര്യൻ ഉദിച്ചാൽ ഇതെല്ലാം നിഷ്പ്രഭമായി പോകും. അതുപോലെ തന്നെയാണ് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ അട്ടിയട്ടിയായി വെച്ചിട്ട് അതിൽ അവിടെ അടയിരുന്നാലും അതിനരികിലേക്ക് വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നാൽ ഈ ഗ്രന്ഥങ്ങൾ മുഴുവനും നിഷ്പ്രഭമായി പോകും. എന്താണ് മുസ്ലിം ചെയ്യേണ്ടത്? ഏതൊരു ഗ്രന്ഥത്തിൽ നിന്ന് ഏതൊരു ഇബാറത്ത്, ഏതൊരു വിഷയം നമ്മൾ വായിക്കട്ടെ, പഠിക്കട്ടെ, അത് ഖുർആനുമായി പൊരുത്തപ്പെടുന്നുണ്ടോ, പ്രവാചക ചര്യയുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതിന് പകരം വിശുദ്ധ ഖുർആനിൽ നിന്ന്, പ്രവാചക അധ്യാപനങ്ങളിൽ നിന്ന് ഒരു വിഷയം പഠിച്ചാൽ അത് ഇന്ന പണ്ഡിതന്റെ അഭിപ്രായവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്നുകൂടി നോക്കിയിട്ട് സ്വീകരിക്കാവൂ എന്ന നേരെ തലതിരിഞ്ഞിരിക്കുന്ന സലഫിയത്ത്. ഇതും അത്ര നിസ്സാരമായ കാര്യമല്ല, നിസ്സാരമല്ല വിഷയം. നമുക്കറിയാലോ, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിക്കാൻ വേണ്ടി ചേർന്നിരിക്കുന്ന യോഗത്തിൽ അന്നൊരു പണ്ഡിതൻ ചോദിച്ചല്ലോ, എന്താണ് സംഘടന രൂപീകരിക്കുവാൻ തെളിവ്, ദലീൽ? അന്ന് നമ്മുടെ ആ കൂട്ടത്തിൽ ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞു, വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ എന്ന ആയത്ത് ഓതി കൊടുത്തപ്പോൾ ഒരു മുസ്ലിം എനിക്ക് ചോദിച്ചാണ്, നിങ്ങൾ ഓതിയത് ആയത്താണ്, ഞാൻ ചോദിച്ചത് ദലീലാണ് എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ആയത്ത് തെളിവിന് പറ്റൂല. ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായമുണ്ടോ എന്നാണ് ചോദ്യം. ആ ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ നിന്ന് വ്യക്തമായി കൃത്യമായി ആർക്കും ബോധ്യമാകുന്ന വിഷയങ്ങൾ എടുത്തുദ്ധരിച്ചു കൊടുത്താൽ അത് ഇന്ന പണ്ഡിതന്റെ അഭിപ്രായവുമായി യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഈ തലതിരിഞ്ഞ സലഫിയത്താണ് ഇന്നത്തെ ഇസ്ലാഹിന്റെ അവകാശവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഈ ടീം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാ മുന്നോട്ട് പോകാൻ പറ്റുക? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ആകത്തുക 999 ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളിലൂടെ, ആ കളവുകളിലൂടെ, കള്ളത്തരങ്ങളിലൂടെ ആ ഒരു മണ്ണിൽ നട്ടുപിടിപ്പിച്ച് വളർത്തിയിരിക്കുന്ന അന്ധവിശ്വാസങ്ങളാണ് ഇന്ന് ഈ പറയുന്ന പ്രത്യേകമായിരിക്കുന്ന പേര് സ്വീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് മാത്രം.
അതിനെ പ്രതിരോധിക്കാൻ എന്തായിരുന്നാലും നമ്മുടെ സീരി ടവറിലെ സാധുക്കൾക്ക് കഴിയില്ല. കാരണം ആ രണ്ട് ടീമും തമ്മിൽ എവിടെയാണ് വ്യത്യാസപ്പെടുന്നതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. അതാണ് ആ രണ്ട് ടീമും എവിടെ വ്യത്യാസപ്പെടുന്നത് അതൊന്ന് പറഞ്ഞു തന്നാൽ മതി. രണ്ടുപേർക്കും പറയാം. സീരി ടീമുകാർക്കും പറയാം, വിഷ്ണു ടീമുകാർക്കും പറയാം. നിങ്ങൾ രണ്ടു കൂട്ടരും എവിടെയാണ് വ്യത്യാസപ്പെടുന്നത്? എന്തിനാണ് വ്യത്യാസപ്പെടുന്നത്? കാരണം ഇത് രണ്ടും ഉണ്ടായത് ഈ 99 ഈ സലഫിയത്തിലൂടെയാണ്. അന്ധവിശ്വാസ അധിഷ്ഠിതമായിരിക്കുന്ന സലഫിയത്തിലൂടെ. എവിടെ വ്യത്യാസപ്പെടുന്നത്? എവിടെ മാറിക്കുന്നത്? എന്താണ് മാറ്റം? എന്തിനാണ് രണ്ടായി നിൽക്കുന്നത്? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചെന്താരോ, ഇതിനെതിരെ സംസാരിക്കാൻ, ഈ വിഷയങ്ങൾ കൃത്യമായി കണിശമായി പറഞ്ഞു കൊടുക്കാൻ ഇന്ന് KNM മർക്കസ് ദേവ അല്ലാതെ വേറെ ടീമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം ഇവിടെ നിൽക്കുന്നത്. അന്ധവിശ്വാസങ്ങളുടെ പാരമ്പര്യം അങ്ങനെ പല വഴിക്കുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം ഇവിടെ നിലകൊള്ളുന്നു. നമ്മൾ ഒരു സന്തോഷം, ഒരു സമാധാനം കുറച്ചൊക്കെ തോന്നിയൊരു കാലമുണ്ട്. എന്താ അറിയോ? ഈ മർക്കസ് ദേവയുടെ ഭാഗമായി നിന്നിരുന്ന കുറച്ച് സുഹൃത്തുക്കൾ അവിടെ ചേക്കേറിയല്ലോ. അപ്പോൾ നമ്മൾ കരുതി അവരാരൊക്കെയാ? സിഹിറിന് വല്ല ഫലം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കെതിരെ സിഹിർ ചെയ്തോളൂ, ഒന്ന് കാണട്ടെ എന്ന് ഈ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ സ്റ്റേജ് കെട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞ് വെല്ലുവിളിച്ചിരിക്കുന്ന നേതാക്കന്മാരടക്കം അങ്ങനെയുള്ള ആളുകളൊക്കെ അപ്പുറത്തേക്ക് ചാടിയപ്പോൾ നമുക്ക് ചെറിയ സന്തോഷമുണ്ട്. എന്താ സന്തോഷം? അവിടെയും ഇവർ ഈ നിലപാടൊക്കെ പറഞ്ഞ് അവരെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരും. പക്ഷെ എന്താ സംഭവിച്ചത്? പണ്ട് അജുവകാരക്ക ഏറെ വെളുക്കുമ്പോൾ കഴിച്ചാൽ അന്ന് സീർ ബാധിക്കൂല, കൂടെ വിഷവും വമിക്കൂല എന്ന് പറഞ്ഞ അല്ലേ? ആ റിപ്പോർട്ടുകളൊക്കെ കശക്കി എറിഞ്ഞിരിക്കുന്ന ആളുകൾ ഇപ്പോ അങ്ങനെ ഹദീസിനെ കുറിച്ച് ഞാനൊരിക്കലും നിഷേധ സ്വരത്തിൽ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നതിനെത്തി. പക്ഷേ നമുക്കൊന്നും പറയാലോ അല്ലേ? അജുവകാരക്ക തിന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ടു മദീന കണ്ടില്ലേ? മദീനയിൽ കാരക്ക വിൽക്കുന്ന ഷോപ്പിൽ എഴുതിയിട്ടുണ്ട് ഹദീസ്. രാവിലെ 7 അജുവ തിന്നാൽ അന്ന് സിഹിർ ബാധിക്കൂല, വിഷവും ഏൽക്കൂല. ഹജ്ജിന് പോയ ആൾക്കാരവിടെ കച്ചറ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് മിണ്ടാതെ പോകുന്നതാ, മനസ്സിലല്ലേ? അല്ലെങ്കിൽ ലേശം വിഷം വാങ്ങി കൊടുക്കും. കുടിച്ചു നോക്കി, അജുവ കഴിച്ചാൽ മതിയല്ലോ, പ്രശ്നമല്ലോ. അപ്പോൾ അങ്ങനെ പല സംഗതികളുണ്ട്. അപ്പോൾ ഈ രൂപത്തിലുള്ള സാധനങ്ങൾ ഇതിങ്ങനെ ഓരോന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് വന്നിരിക്കുന്ന മാറ്റം, ഈ സിഹിറിനെ വെല്ലുവിളിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇന്ന് വെല്ലുവിളിക്കാൻ പറ്റുമോ? അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? അതിനുള്ള അവസരമുണ്ടോ? മാത്രമല്ല സിഹിറുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളെ അനാവരണം ചെയ്തുകൊണ്ട് എവിടെയെങ്കിലും സംസാരിച്ചാൽ ഈ സുഹൃത്തുക്കൾ പറയും, ഞങ്ങൾക്കതിലൊന്നും വിശ്വാസമില്ല, ഞങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയും. കൂടെ അടുത്ത വാചകം എന്താ? ഞങ്ങളെ കൂടെയുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയാണ്. ആ ആളുകൾക്ക് 5 നേരത്തെ നമസ്കാര വേളകളിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രഖ്യാപനം ഉണ്ടല്ലോ, പിന്നെ പ്രതിജ്ഞ, വമാ അന മിനൽ മുശ്രിക്കീൻ, അത് പറയാനുള്ള ധാർമ്മികമായ അവകാശമുണ്ടോ? എന്താ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞാൽ? ഞാൻ ശിർക്ക് ചെയ്യുന്നവനല്ല എന്നല്ലല്ലോ അർത്ഥം. പിന്നെ ശിർക്ക് ചെയ്യുന്നവരുടെ കൂടെയല്ല, ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടവനല്ല, ശിർക്കൻ വിശ്വാസമുള്ളവരിൽപ്പെട്ടവനല്ല. അത് പറഞ്ഞാൽ ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല, എനിക്ക് ശിർക്കൻ വിശ്വാസങ്ങളില്ല, എൻ്റെ കൂടെ ശിർക്ക് ചെയ്യുന്നവരോ ശിർക്കൻ വിശ്വാസങ്ങളുള്ളവരോ ഇല്ല. ഞാൻ ശിർക്ക് ചെയ്യുന്നവരുടെ, ശിർക്കൻ വിശ്വാസങ്ങൾ ഉള്ളവരുടെ കൂടെയല്ല എന്ന് പറയാൻ കഴിയാത്ത കാലത്തോളം പിന്നെ എന്തിനായിട്ട് എന്താ കാര്യം? പക്ഷേ എന്താ സംഭവിച്ചത്? ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിയപ്പോൾ നമ്മൾ സാരം പറയുന്നുണ്ട്, ആരോഗ്യം ഒരിക്കലും പകരില്ല, രോഗം തന്നെ പകരുള്ളൂ, രോഗം തന്നെ പകരുള്ളൂ. അതുകൊണ്ടാണല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുന്ന ആളുകൾ, കയറുന്ന മുമ്പ് എന്താ അവസ്ഥ? 2002 കള്ളക്കേസിലെ പ്രതികളായിരിക്കുന്ന ആളുകൾ 2022 കള്ളക്കേസിലെ വാദികളാവുന്നു. 2002 കള്ളക്കേസിലെ പ്രതികളായി പിന്നെ പേര് ചേർക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ 2022 കള്ളക്കേസിൽ വാദിയാകുന്നു. എ.വി. അബ്ദുറഹ്മാനാജിയും മറ്റും മുജാഹിദ് സെന്റർ ആക്രമിക്കാൻ വേണ്ടി പട്ടാപകൽ ചെന്നു എന്ന അന്നത്തെ കള്ളക്കേസ് എങ്കിൽ അബ്ദുൽ ഹമീദ് മദീനിയും ഡോക്ടർ ഇ കെ അമൂർ സാഹിബും CP ഉമർ സുല്ലമിയും അഴിഞ്ഞിരത്ത സ്ഥാപനങ്ങളിൽ കടന്നു വന്നിരിക്കുന്ന ഇവരെ തടഞ്ഞുവെന്നും അവിടുത്തെ കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തിയെന്നും അവിടെ നമസ്കരിക്കാൻ വരുന്നവരെ തടയാൻ ശ്രമിച്ചു എന്നുമാണ് കേസ് കൊടുത്തിട്ടുള്ളത്.
ഈ പറയുന്ന ദിവസം ആ കേസ് കൊടുത്ത ആൾക്കാരോ അതിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ഈ പണ്ഡിതന്മാരോ ആ വഴിക്ക് പോയിട്ടില്ല. മനസ്സിലായോ? കൊടുക്കുന്നാരാ? ആ കേസിൽ വാദിസ്ഥാനത്താണ് 2002 പ്രതിസ്ഥാനത്തുള്ള മഹാപണ്ഡിതനുള്ളത്. മാത്രമല്ല അതിന്റെ മുമ്പ് കൊടുത്തൊരു കേസുണ്ട്. എന്താ? ഇവിടെ ചെന്ന ഉടനെ ഉദ്ഘാടനം ചെയ്താണ് CPM മുസ്ലിമയും കൂടെയുള്ള ആൾക്കാരും അള്ളാന്റെ മുകളിൽ ഒരു സൂപ്പർ പവറിൽ വിശ്വസിക്കുന്നവരാണ്. അള്ളാന്റെ മുകളിൽ സൂപ്പർ പവർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയുള്ള കള്ളക്കേസുകൾ കൊടുക്കുന്ന ഇടത്തേക്ക് എത്തിയാൽ പിന്നെ എങ്ങനെയാ ആദർശം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റുക? ഞാനത് പറഞ്ഞത്, ആരോഗ്യം പകരില്ല, രോഗം മാത്രമേ പകരുള്ളൂ. ആ രോഗം ഇങ്ങോട്ടിങ്ങനെ പകർന്ന് 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 അതങ്ങനെ പോവാ, അതങ്ങനെ പോവുകയും ചെയ്യും. ഖുർആൻ പറഞ്ഞത് ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രിക്കീൻ. പറയണം പ്രവാചകരെ, ഇതാണ് എൻ്റെ മാർഗം. ആത്മാഭിമാനത്തോടെ എവിടെയും ഉറക്കെ പറയാൻ സാധിക്കണം, ഇതാണ് നമ്മുടെ മാർഗം. വിശുദ്ധ ഖുർആനിന്റെ പ്രവാചക അധ്യാപനങ്ങളുടെ ആദർശ വ്യക്തതയുടെ വ്യതിരിക്തതയുടെ ആ തനിമയാർന്ന തെളിമയാർന്ന ആദർശത്തിന്റെ വഴിയിലാണ് നമ്മളുള്ളത്. അത് ഉറക്കെ പറയാൻ, എവിടെയും വിളിച്ചു പറയാൻ കഴിയണം അഭിമാനബോധത്തോടെ. കൂടെ എന്ത് വേണം? അദൂ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നത്. എങ്ങനെയാ? ആരെങ്കിലും പറഞ്ഞോണ്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല, അല ബസീറ, നല്ല ആഴത്തിലുള്ള അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആഴത്തിലുള്ള അറിവിന്റെ അവബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. വമൻ ഇത്തബഅനി, ഞാൻ മാത്രമല്ല എന്നെ പിൻപറ്റുന്നവരും അങ്ങനെയാണ്. അതാ റസൂലിനോട് പറയാൻ പറഞ്ഞത്. അപ്പോ റസൂലിനെ പിൻപറ്റുന്നവരും അല്ലാഹുവിലേക്ക് മനുഷ്യരെ ക്ഷണിക്കേണ്ടത് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ഉൾക്കൊണ്ട് മനസ്സിലാക്കി വേണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരമപരിശുദ്ധനാണ്. അവസാനിപ്പിച്ച് എങ്ങനെയാ? വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടവനല്ല, ശിർക്കൻ വിശ്വാസങ്ങൾ വെച്ചു പുരന്നവരിൽപ്പെട്ടവനല്ല. മനസ്സിലായല്ലോ? അപ്പോൾ അതിൽ സിഹിർ ഉണ്ടാവില്ല, അതിൽ കണ്ണേറുണ്ടാവില്ല, ഈ ജിന്നി സേവ ഉണ്ടാവില്ല, അനുബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള എല്ലാവിധ ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്ന് മുക്തി നേടി, അങ്ങനെ വിശ്വസിക്കുന്നവരിൽ നിന്നും മുക്തി നേടി ആദർശപരമായി തനിമയും തെളിമയും നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം അവിടെയായിരിക്കണം ഓരോ വിശ്വാസികളും ഉണ്ടാവേണ്ടത്. ആ വിശ്വാസികളുടെ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഇസ്ലാഹി പ്രസ്ഥാനം. അത് അന്ധവിശ്വാസികളുടെ പ്ലാറ്റ്ഫോം അല്ല, അനാചാരങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ പ്ലാറ്റ്ഫോം അല്ല, കളവുകളും കള്ളത്തരങ്ങളുമായി സമൂഹത്തിന് ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്നവരുടെ പ്ലാറ്റ്ഫോമുമല്ല. മറിച്ച് സത്യസന്ധമായി പടച്ചവനെ പേടിച്ച് അവന്റെ മതം ഈ സമൂഹത്തിൽ ശരിയാവിധം പ്രചരിക്കണമെന്ന് ആഗ്രഹിച്ച് ആ വഴിയെ പ്രമാണബദ്ധമായി യുക്തിഭദ്രമായി പഠിച്ചു പ്രയോഗിച്ച് മുന്നോട്ട് പോകുന്ന ആ ടീം അവർ നിൽക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ആ ഇസ്ലാഹി പ്രസ്ഥാനത്തെയാണ് ഈ കാലം തേടിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലം എന്നല്ല, ഏതു കാലവും തേടിക്കൊണ്ടിരിക്കുന്നത്. ഈ നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ അന്നത്തെ ആവശ്യം എന്തായിരുന്നുവോ അതേ ആവശ്യം ഇപ്പോഴുള്ളത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, ഇങ്ങനെയുള്ള എല്ലാവിധ ഖുറാഫാത്തുകൾക്കും കുഫറിനും ശിർക്കിനുമെതിരെ പ്രമാണബദ്ധമായ യുക്തിഭദ്രമായ നിലപാട് സ്വീകരിച്ച് സമൂഹത്തിന് കൃത്യമായ അവബോധം നൽകി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ആ സമീപന രീതി ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം ഇനിയും മുന്നോട്ട് ഗമിക്കും. അത് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കണം. നാം അതിൻ്റെ ഭാഗമായാൽ അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കും, ദുനിയാവിലും നാളെ പരലോകത്തിലും. ആര് മാറി നിൽക്കുന്നുവോ അതിൻ്റെ ദോഷം അവർ സ്വയം ഏറ്റെടുക്കും. അത്രമാത്രമേ ഉള്ളൂ. വേറെ അതിൽ ആരുടെയെങ്കിലും വാശിയോ വക്കാണമോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. മറിച്ച് ഈ മാർഗത്തിലേക്ക് കടന്നു വരാൻ സ്വയം തയ്യാറായാൽ ഖുർആൻ പറഞ്ഞ പോലെ തന്നെ മനിഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി വമൻ ലല്ല ഫഇന്നമാ യദില്ലു അലൈഹാ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വമാ കുന്നാ മുഅദ്ദിബിന ഹത്താ നബഅസ റസൂല. ഈ മാർഗം ആരവലംബിക്കുന്നു, ഈ സന്മാർഗം ആര് സ്വീകരിക്കുന്നു, അതിൻ്റെ ഉത്തരവാദിത്തം അവർക്ക് മാത്രമാണ്. ഇത് വിട്ട് മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചാലോ അതിൻ്റെ ദോഷങ്ങൾ അവർ മാത്രം ഏറ്റെടുക്കണം. ഒരുത്തൻ്റെയും പാപഭാരം മറ്റൊരാളും ഏറ്റെടുക്കുകയില്ല. ഈ പ്രബോധന ദൗത്യം നിർവഹിക്കപ്പെടാത്ത ഒരു സമൂഹത്തെയും അള്ളാഹു സൃഷ്ടിക്കുകയുമില്ല. നാം നമ്മുടെ ദൗത്യം നിർവഹിക്കുന്നു. അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, അധർമ്മങ്ങൾക്കെതിരെ, അനീതിക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ. ഏറ്റവും അവസാനം ഒന്നുകൂടി പറയട്ടെ, മതത്തെ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മതത്തെ തന്നെ നിരാകരിക്കുന്ന വഴികളിലേക്ക് സമൂഹത്തെ ക്ഷണിക്കാൻ
ഫാഷിസ്റ്റുകളിൽ നിന്ന് അച്ചാരം വാങ്ങി ഈ മതത്തെ മലീമസമാക്കുവാൻ, വികൃതമാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരിൽ നിന്നൊക്കെ ഈ സമൂഹത്തെ മോചിപ്പിച്ച് ശരിയായ മതത്തിലേക്ക്, ശരിയായ മാർഗത്തിലേക്ക്, വിശുദ്ധ ഖുർആന്റെ പ്രവാചക ചര്യയുടെ അധ്യാപനങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ഈ തീവ്രമായ ശ്രമത്തിൽ നമ്മൾ പങ്കാളികളാവുക. ഈ പ്രസ്ഥാനം അതിൻ്റെ വഴിയെ അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. പടച്ചറബിൻ്റെ അനുഗ്രഹമുണ്ടാകും. തീർച്ചയായും അത് വേണ്ട വിധം അറിയുകയും അനുഭവിക്കുകയും ചെയ്തവരാണ് നമ്മൾ. അതിൽ നന്ദി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. പടച്ചറബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്തിൽ വിജയിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ, മുവഹിദുകളിൽ അല്ലാഹുവേ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.